യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. கர்த்தருக்கு காத்திருக்கிறவர்களோ புதுபலன் அடைந்து கழுகுகளைப் போல செட்டைகளை அடித்து எழும்புவார்கள். அவர்கள் ஓடினாலும் இளைப்படையார்கள், நடந்தாலும் சோர்ந்து போகார்கள். ആമേൻ. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്ക് ശക്തി ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ബലമുണ്ടായിരുന്നു. എന്നാൽ അതവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ പാപം ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ വഴി വിട്ട് മാറിയപ്പോൾ അതവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നഷ്ടപ്പെട്ടതിനെ തിരികെ തരുവാൻ കാൽവരി ക്രൂശിൽ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ഒരു യാഗമായി മാറി ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി കർത്താവ് നമുക്ക് ഒരു യാഗമായി മാറി. ഹല്ലേലൂയ. ആ യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ, ആമേൻ, ദൈവത്തിൻ്റെ മക്കളായി മാറിയവർ, അവർ വീണ്ടും ശക്തി പ്രാപിക്കുവാൻ, അവർ വീണ്ടും ശക്തിപ്പെടുവാൻ, അവർ വീണ്ടും ശക്തി പുതുക്കുവാൻ കർത്താവ് അവസരത്തെ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആര് ശക്തിയെ പുതുക്കും? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ കാത്തിരിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ. തൻ്റെ മക്കളുടെ മേൽ, ദൈവജനത്തിൻ്റെ മേൽ, ദൈവസഭയുടെ മേൽ ദൈവം തൻ്റെ ശക്തിയെ പകരുവാൻ ആഗ്രഹിക്കുന്നു. കാത്തിരിക്കും തോറും അവർ അധികം ബലം പ്രാപിക്കും, അധികം ശക്തിപ്പെടും. എങ്ങനെയാണ് ശക്തിപ്പെടുക? ആദ്യം അവർ ശക്തിപ്പെടുന്നത് ആത്മാവിലാണ്, ശരീരത്തിലുമല്ല, മനസ്സിലുമല്ല. ആത്മാവിലൊരു ബലത്തെ, ആത്മാവിലൊരു ദൈവശക്തിയെ അവർ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു പവറാണ്, ഒരു ശക്തിയാണ്. ആ പവർ നമ്മുടെ ആത്മാവിൽ കർത്താവ് പകരുന്നു, നമ്മെ ആത്മാവിൽ ശക്തരാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. എന്നാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം ശക്തിപ്പെട്ടാൽ പോരാ, അധികം ശക്തിപ്പെടണം, ശക്തി പുതുക്കണം. ഇവിടെ വചനം പറയുന്നു, തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ആര്? യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം. അവരുടെ കാത്തിരിപ്പിൽ എന്തുണ്ട്? അവരുടെ കാത്തിരിപ്പിൽ ആരാധനയുണ്ട്, അവരുടെ കാത്തിരിപ്പിൽ സ്തുതിയുണ്ട്. ഹല്ലേലൂയ. മറ്റൊരു വേദഭാഗം വായിച്ചിട്ട് നമുക്ക് ഈ വചനത്തിലേക്ക് വീണ്ടും വരാം. 22-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നു. സങ്കീർത്തനക്കാരൻ കർത്താവിനെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നു: ഇസ്രായേലിൻ്റെ സ്തുതികളുടെ മേൽ വസിക്കുന്നവനെ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ. ദൈവം എവിടെ വസിക്കുന്നു? സ്തുതികളിന്മേൽ വസിക്കുന്നു. എവിടെ സ്തുതിയുണ്ടോ, എവിടെ ആരാധനയുണ്ടോ, അവിടെ ദൈവത്തിൻ്റെ വാസമുണ്ട്. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം അങ്ങനെ ഒരു ഉള്ളമായി മാറട്ടെ. സ്തുതിയുള്ള, ആരാധനയുള്ള ഒരു ഉള്ളമായി, ഒരു ഹൃദയമായി അത് മാറട്ടെ. സ്തുതികളുടെ മേൽ വസിക്കുന്ന കർത്താവ്, സ്തുതിയുള്ള ഉള്ളത്തിൽ, സ്തുതിയുള്ള വ്യക്തിയുടെ മേൽ, സ്തുതിയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് വസിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാസത്തിനായി, ദൈവത്തിൻ്റെ വാസത്തിനായി ദൈവത്തിൻ്റെ ജനം, ആമേൻ, കാത്തിരിക്കണം. ഹല്ലേലൂയ. സ്തുതിച്ച് കാത്തിരിക്കണം, ആരാധിച്ച് കാത്തിരിക്കണം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം വളരെ ത്യാഗത്തോടുകൂടെ സമയങ്ങൾ മാറ്റിവെച്ച് ഒരുങ്ങി കർത്താവിനെ സ്തുതിക്കുന്ന കാഴ്ചകൾ ഈ സഭയിൽ നമുക്ക് കാണുവാനായി കഴിഞ്ഞു. ഹല്ലേലൂയ. അത് മറ്റൊരു കുതിച്ചുചാട്ടത്തിൻ്റെ മുന്നോടിയാണ്, മറ്റൊരു കുതിച്ചുചാട്ടത്തിനുള്ള ഒരു ഒരുക്കമാണ്, മറ്റൊരു ദൈവ പ്രവൃത്തിക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ഒരു ബലത്തെ പ്രാപിക്കുവാൻ, ഒരു മഹത്വത്തെ പ്രാപിക്കുവാൻ, ഒരു ശക്തിയെ പ്രാപിക്കുവാനുള്ള ഒരു കാത്തിരിപ്പാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ആഗ്രഹമുണ്ട് നാം ശക്തിപ്പെടണമെന്ന്, നാം ശക്തി പ്രാപിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. എഫേസ്യർക്കെതിരെ ലേഖനം
6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ വചനം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവിൽ ശക്തിപ്പെടണം, അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. ഓരോ ദൈവമക്കളെക്കുറിച്ചും കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ചിലർ ചോദിക്കും, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? നാം ആത്മാവിൽ ബലപ്പെടുന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. നാം ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. നാം കർത്താവിനായി കാത്തിരിക്കുന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. നാം കർത്താവിനെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതുമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തിരുന്ന് സ്തുതിച്ച് ആരാധിച്ച് ബലപ്പെട്ട് ആത്മാവിൽ ശക്തരായി ദൈവത്തിൻ്റെ ജനം ഈ ഭൂമിയിൽ എഴുന്നേൽക്കണമെന്ന് കർത്താവ് കാത്തിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 40:31 തിരികെ വരാം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ശക്തി ഒരിക്കൽ പ്രാപിച്ചിട്ടിരിക്കില്ല, ആ പ്രാപിച്ച ശക്തിയിൽ വീണ്ടും ശക്തി ആഡ് ചെയ്യും, ശക്തി പുതുക്കും. ഹല്ലേലൂയ. അപ്പോൾ ശക്തി ഒരിക്കൽ പ്രാപിച്ചാൽ പോരാ, ശക്തി പുതുക്കണം. അത് പുതുക്കം പ്രാപിക്കണം, അത് വീണ്ടും പ്രാപിക്കണം. അതിലൊരു അപ്ഡേഷൻ ഉണ്ടാകണം, അതിലൊരു റിന്യൂവൽ നടക്കണം, അതിൽ കൂടുതൽ ആഡ് ഓൺ ആകണം. അങ്ങനെ ദൈവശക്തിയിൽ ദൈവത്തിൻ്റെ ജനം പുതുക്കം പ്രാപിക്കണമെന്ന് കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ, അടുത്തിരിക്കുന്ന കൈ പിടിച്ച് പറഞ്ഞേ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. വൺസ് അഗൈൻ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യെസ്, കാത്തിരിക്കണം, കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കണം. ഹല്ലേലൂയ. വല്ലപ്പോഴും ഒരിക്കൽ കർത്താവിൻ്റെ പാദത്തിൽ വന്നിട്ട് വലിയ ഹൈപ്പ് കൊടുത്ത്, വലിയ ഹൈലൈറ്റ് കൊടുത്ത്, ഞാൻ കർത്താവിൻ്റെ പാദത്തിൽ വന്നു എന്ന് വലിയ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് പോകാനല്ല, പകരം കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരിക്കുന്ന, താണിരിക്കുന്ന, കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു നല്ല ഹൃദയം ദൈവമക്കൾക്ക് വേണം. ഹല്ലേലൂയ. ആമേൻ. അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഭാഗം, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ വചനം പറയുന്നത് അവരുടെ ശരീരത്തെക്കുറിച്ചല്ല, ശരീരത്തിൻ്റെ തളർച്ചയെക്കുറിച്ചല്ല, ശരീരത്തിൻ്റെ ക്ഷീണത്തെക്കുറിച്ചല്ല. ആത്മാവിൽ അല്ലെങ്കിൽ മനസ്സിലും കൂടെ അവർ ക്ഷീണിച്ചു പോകില്ല, അവർ തളർന്നു പോകില്ല, അവർക്ക് മടിയുണ്ടാകില്ല, സ്തുതിക്കുന്നതിൽ മടിയുണ്ടാകില്ല, കർത്താവിൻ്റെ പാദത്തിലിരിക്കുന്നതിൽ മുഷിഞ്ഞു പോകില്ല, കർത്താവിൻ്റെ പാദത്തിലിരിക്കുന്നതിൽ അവർ മടുത്തു പോകില്ല. ഹല്ലേലൂയ. അതവർ ആസ്വദിക്കും, അതവർ രുചിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആസ്വദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ രുചിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളെയാണ് കർത്താവ് തേടുന്നത്. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും എന്ന ഒരു ദൈവത്തിൻ്റെ ശബ്ദം അവൻ ഈ നാളുകളിൽ മുഴങ്ങുകയാണ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന, ദൈവശക്തി പ്രാപിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ, ദൈവ മഹത്വത്തെ സ്വന്തമാക്കുന്ന ദൈവജനത്തെ കർത്താവ് തേടുകയാണ്. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും എന്ന് ചോദിച്ചാൽ മറ്റൊരിടവും പോകേണ്ടതില്ല. നാം ദൈവശക്തി പ്രാപിച്ച് നിന്നാൽ തന്നെ ആത്മാവിൽ കർത്താവ് നമ്മെ കൊണ്ടുപോകേണ്ടടുത്ത് കൊണ്ടുപോകും, ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവത്തിനായി പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ദൈവത്തിനായി പ്രയോജനപ്പെടാം. ഒരു വ്യക്തിയോട് കർത്താവിനെ കുറിച്ച് പറയുന്നത്, സുവിശേഷം പറയുന്നത്, അതും ദൈവത്തിൻ്റെ വേലയാണ്. എന്നാൽ ഒരിടത്ത് അടങ്ങിയിരുന്ന് സമാധാനമായിരുന്ന് ഏകാഗ്രതയോടുകൂടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും ദൈവത്തിൻ്റെ വേലയാണ്. ഹല്ലേലൂയ. തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നതും കർത്താവിൻ്റെ വേലയാണ്.
ഉപദേശങ്ങൾ, ദൈവിക ആലോചനകൾ കൊടുക്കുന്നതും ദൈവത്തിൻ്റെ വേലയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ധാരാളം വേലകളുണ്ട്. അത് ആർക്കും ഒഴിച്ചുകൂടുവാൻ പറ്റാത്തൊരു വേലയാണ് സ്തുതി ആരാധന. കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു വേല, അത് വളരെ മഹത്വമുള്ളൊരു വേലയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുവാൻ സ്റ്റേജ് വേണമെന്നില്ല, മൈക്ക് വേണമെന്നില്ല, ആൾക്കൂട്ടം വേണമെന്നില്ല. ജനം ഒന്നു ചേർന്ന് കൂടി ആരാധിക്കുമ്പോൾ അതിലൊരു മഹത്വമുണ്ട്. എങ്കിലും 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അത് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും കാത്തിരുന്ന് അടങ്ങിയിരുന്ന് സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലിനെ നമ്മിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ ഓരോരുത്തരും സമയങ്ങൾ ചിലവഴിക്കാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പാദത്തിൽ സമയങ്ങൾ ചിലവഴിക്കുവാനുള്ള ഒരു നല്ല ഹൃദയം ഉണ്ടാകണം. ഹല്ലേലൂയ. പലരും പല കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കാറുണ്ട്. തൊഴിൽ ചെയ്യുവാൻ, പലതിനും കാത്തിരിക്കുവാൻ, യാത്ര ചെയ്യുവാൻ, പല കാര്യങ്ങൾക്കും സമയങ്ങൾ ചിലവഴിക്കാറുണ്ട്. എന്നാൽ ദൈവമക്കളുടെ ഉള്ളിൽ ദൈവത്തിനായി സമയം ചിലവഴിക്കുവാൻ, ആരാധിക്കുന്നതിനായി സമയം ചിലവഴിക്കുവാൻ, സ്തുതിക്കുന്നതിനായി സമയം ചിലവഴിക്കുവാനുള്ള നല്ല ഹൃദയം ഉണ്ടാകണം. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കണം, കാത്തിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദത്തിൽ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. നമ്മുടെ വായ് കർത്താവിനെ സ്തുതിക്കണം. ആരാധിച്ചു കൊണ്ടേയിരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പാടി, തുതിപ്പേൻ തുതിപ്പേൻ തുതിച്ചുകൊണ്ടേയിരുപ്പേ, തുതിപ്പേൻ തുതിപ്പേൻ തുതിച്ചുകൊണ്ടേയിരുപ്പേ. സ്തുതിക്കും സ്തുതിക്കും സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആ കാഴ്ച തന്നെയാണ് ഈ നാളുകളിൽ ആലയത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തുതിച്ചുകൊണ്ടേയിരിക്കും, ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൽ പങ്കെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞു? കരങ്ങൾ ഉയർത്തിക്കേ. ആമേൻ. ഹല്ലേലൂയ. മൈ ഗോഡ് ബ്ലസ് യു. ശരി, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:31 വീണ്ടും നമ്മൾ തിരികെ വരും. അതിനു മുന്നായി 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് പറഞ്ഞൊരു കാര്യത്തെ എടുത്തു പറയുകയാണ്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആരാ പറയുന്നേ? ദൈവം പറയുന്നു. പൗലോസിനോട് പറയുന്നു. എന്തു പറയുന്നു? മൈ പവർ, എൻ്റെ ശക്തി, എൻ്റെ ബലം ബലഹീനതയിൽ അത് തികഞ്ഞു വരും. നമ്മെ ബലഹീനപ്പെടുത്തുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അവിടെയെല്ലാം നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി നമുക്കായി കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തളർന്നു പോകേണ്ടതില്ല, വാടിപ്പോകേണ്ടതില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് താൻ പല ബലഹീനതകളിലായിരുന്നപ്പോഴും കർത്താവ് തന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ ശക്തി നീ പ്രാപിച്ചാൽ മതി, ആ സാന്നിധ്യത്താൽ നീ നിറഞ്ഞാൽ മതി. ശരീരത്തിൽ ബലഹീനതകളുണ്ടെങ്കിലും, ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ശക്തി ഒരു ദൈവ പൈതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ ഒരു ദൈവ പൈതൽ ബലപ്പെടുമ്പോൾ, ആത്മാവിൽ ഒരു ദൈവ പൈതൽ ശക്തിപ്പെടുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ആ ആത്മാവിൽ പ്രാപിക്കുന്ന ബലം അത് ശരീരത്തിലും പരിവർത്തിച്ചു തുടങ്ങും. അത് ശരീരത്തിലുള്ള ബലഹീനതകളെ മാറ്റി തുടങ്ങും. അത് ശരീരത്തിലുള്ള രോഗത്തെ മാറ്റി തുടങ്ങും. അത് ശരീരത്തിലുള്ള അസ്വസ്ഥതകളെ, ഇടർച്ചകളെ, ക്ഷീണാവസ്ഥകളെ മാറ്റി തുടങ്ങും. അപ്പോൾ ഒരു ദൈവ പൈതൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത് ആത്മാവിൽ ബലം പ്രാപിക്കുവാൻ. ആത്മാവിൽ ബലം പ്രാപിക്കണമെങ്കിൽ കാത്തിരുന്ന് സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവ് ഇറങ്ങി വരും. അതൊരു ബലമാണ്, അതൊരു ശക്തിയാണ്. ആ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അതൊരു ബലമാണ്, അതൊരു ശക്തിയാണ്. ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ മറ്റൊരു വചനം അവിടെ നമുക്ക് കാണാം.
കഴുകനെ പോലെ നിന്റെ യൗവനം പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഈ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ യൗവനത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ ആത്മാവിലുള്ള ഒരു യൗവനാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ശരീരത്തിൽ ചിലർ വയസ്സായിരുന്നാലും അവർ ആത്മാവിൽ യൗവനത്തിലിരിക്കും. ചിലർ ശരീരത്തിൽ യൗവനക്കാരായിരിക്കും, പക്ഷെ ആത്മാവിൽ വയസ്സായി ക്ഷീണിച്ച് തളർന്നിരിക്കും. ഏതാണ് വേണ്ടത്? ആത്മാവിലെ ബലം വേണം. ഹല്ലേലൂയ. ശരീരത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നല്ല, ശരീരത്തിൽ യുവാവായിരിക്കുന്നുവോ യുവതിയായിരിക്കുന്നുവോ എന്നല്ല, ശരീരത്തിൽ വൃദ്ധനായിരിക്കുന്നുവോ വൃദ്ധയായിരിക്കുന്നുവോ എന്നല്ല, ആത്മാവിൽ ഒരു ചുറുചുറുപ്പ്, ഒരു യൗവനം, ആത്മാവിൽ ഒരു ബലം ഉണ്ടാകണം. ഹല്ലേലൂയ. പുതുക്കം പ്രാപിച്ചില്ല എങ്കിൽ, കാത്തിരുന്ന് ബലം പ്രാപിച്ചില്ല എങ്കിൽ, കാത്തിരുന്ന് ആത്മാവിൽ പുതുക്കം പ്രാപിച്ചില്ല എങ്കിൽ, ശക്തിയെ പുതുക്കിയില്ല എങ്കിൽ, ആത്മാവിൽ ഒരു പക്ഷേ വൃദ്ധനെ പോലെ, വൃദ്ധയെ പോലെ, വയസ്സായ ഒരു വ്യക്തിയെ പോലെ ആത്മാവിൽ കാണപ്പെടും. അവർക്ക് പൈശാചികമായ പോരാട്ടങ്ങളെ ജയിക്കാൻ പറ്റില്ല, ശത്രുവിൻ്റെ ആയുധങ്ങളെ ജയിക്കാൻ പറ്റില്ല, പ്രതികൂലങ്ങളെ ജയിക്കുവാൻ പറ്റില്ല, പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വരുന്ന പിശാചിൻ്റെ ശക്തികളെ തരണം ചെയ്യുവാൻ പറ്റില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പുതുക്കം പ്രാപിക്കണം, കാത്തിരുന്ന് ബലം പ്രാപിക്കണം, അമിത ബലം പ്രാപിക്കണം, ആത്മാവിൽ ബലപ്പെടണം എന്ന് ദൈവവചനം നമ്മെ നോക്കി പറയുന്നത്. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പിശാചിൻ്റെ ശക്തി വളരെ ശക്തിയോടുകൂടെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ ശക്തിയോടുകൂടെ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ ജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, അവർ ആത്മാവിൽ തളർന്നു പോകുവാനോ ക്ഷീണിച്ചു പോകുവാനോ പാടില്ല. അവർ ആത്മാവിൽ നാൾക്കുനാൾ ബലം പ്രാപിക്കണം, ദിനംതോറും ബലം പ്രാപിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ബലം പ്രാപിച്ചാൽ പോരാ, ദിനംതോറും ദൈവത്തിൻ്റെ ജനം ബലം പ്രാപിക്കണം. ദിനംതോറും ദൈവത്തിനായി കാത്തിരിക്കണം. ദിനംതോറും കർത്താവിനെ സ്തുതിക്കുന്ന സമയങ്ങൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ വേണം. ദിനംതോറും കർത്താവിനായി സമയങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദിവസവും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോൾ ആ ദൈവമക്കൾ ഉള്ള ദേശത്തിൽ പൈശാചിക ശക്തികൾക്ക് ചലിക്കുവാൻ കഴിയില്ല, പ്രവർത്തിപ്പാൻ കഴിയില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ തകരും. ഹല്ലേലൂയ. സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, ആത്മശക്തിയുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള ഒരു ദൈവ പൈതൽ, ആത്മാവിൽ പുതുക്കം പ്രാപിച്ചൊരു ദൈവ പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ, ആ ദൈവ പൈതൽ നിമിത്തം ആ ദേശത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിത്തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിലുള്ള പല വ്യക്തികൾക്കും ഒരു ഭീതിയുണ്ട് അന്യഗ്രഹ ജീവികളെ കുറിച്ച്. അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഭൂമിയിൽ വന്ന് സന്ദർശിക്കുകയും സന്ദർശിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ള വർത്തമാനങ്ങൾ വരുന്നുണ്ട്. അൺഐഡൻറ്റിഫൈഡ് ഓബ്ജക്ട്സ്, ഓക്കെ, UIO എന്ന് പറയുന്ന അൺഐഡൻറ്റിഫൈഡ് ഓബ്ജക്ട്സ്, അത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അനുസരിച്ച് പ്രവർത്തിക്കാത്ത, ഭൂമിയുടെ ഗുരുത്വാകർഷ ശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാത്ത ചില വസ്തുക്കൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നു എന്ന് പല സ്ഥലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെയാണ് അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നതും അന്യഗ്രഹ ജീവികൾ അയക്കുന്ന ഉപകരണങ്ങൾ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. അതിനെക്കുറിച്ച് മനുഷ്യർക്ക്, ശാസ്ത്രലോകത്തിന് വലിയ ആഴത്തിലുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം പാർപ്പിനായി സൃഷ്ടിച്ചത് ഭൂമിയാണ്. ഭൂമിയെ സൃഷ്ടിച്ചൊരു ദൈവം ആർക്ക് കൊടുത്തു? ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിച്ച ക്വാളിറ്റിയിലുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ടായാൽ ഈ ഭൂമിയെ ഒരു അന്യഗ്രഹ ജീവിക്കും ആക്രമിക്കാൻ പറ്റില്ല.
എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ആരാധിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ദൈവദൂതന്മാർ അവർ നിമിത്തം ഇറങ്ങി വരും. നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവദൂതന്മാർ ഇറങ്ങണമോ? സ്തുതിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വേണം. ആരാധിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് വേണം. ദിനംതോറും കർത്താവിനെ തേടുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിൻ്റെ പാദം തേടുന്ന, കർത്താവിനായി സമയങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് വേണം. എങ്കിൽ ആരിറങ്ങി വരും? ദൂതന്മാർ ഇറങ്ങി വരും. ഈ ദൂതന്മാർ ഇറങ്ങി വരുന്നത് ഈ ഭൂമിയുടെ ഭരണം ആരെങ്കിലും ഉപയോഗിച്ച് പിടിക്കുവാനല്ല ഇറങ്ങി വരുന്നത്. എന്നാൽ ആരെങ്കിലും ഉപയോഗിച്ച് ഭരണം പിടിക്കുവാൻ ഇറങ്ങി വരുന്നവരാണ് അന്യഗ്രഹ ജീവികൾ. അവർ വീണുപോയ, വീഴ്ത്തപ്പെട്ട ദൂതന്മാരാണ്. ദൈവം ശപിച്ച് തള്ളിയ, സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ വീണുപോയ ദൂതന്മാരെയാണ് അന്യഗ്രഹ ജീവികളായി പല സ്ഥലങ്ങളിലും അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഭരണങ്ങളെ, ഭരണകർത്താക്കളെ, ഭരണ സംവിധാനങ്ങളെ പിടിച്ചടക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഒരു രാജ്യത്തിൽ ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, ദൈവശക്തിയുള്ള ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, ആ ദൈവ പൈതൽ നിമിത്തം ആ ദൈവ പൈതലിൻ്റെ രാജ്യത്തിൽ, ആ ഭരണ സംവിധാനത്തിൽ, ആ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ദുഷ്ടശക്തികൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇന്ത്യയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനം, ആമേൻ, ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, ഇന്ത്യയിലുള്ള ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ചിന്ത വേണം. ആമേൻ. ദൈവത്താൽ, ദൈവഹിതമുള്ള, നീതിയുള്ള, ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ഭരണം ഈ രാജ്യത്ത് നടക്കണം എന്നൊരാഗ്രഹം ദൈവമക്കൾക്ക് വേണം. അത് ദൈവമക്കളുടെ വായിൽ നിന്ന് ഒരു ഡിക്ലറേഷനായി വരികയും വേണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കൈപിടിച്ച് പറഞ്ഞേ, ഇന്ത്യ ദേശം ദൈവത്താൽ ഭരിക്കപ്പെടട്ടെ. നമ്മുടെ രാജ്യം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിപ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ, ഓർമ്മ വരുമ്പോഴെല്ലാം പറഞ്ഞോ. ഇങ്ങനെയുള്ള ഡിക്ലറേഷൻസ് സ്തുതിക്കുന്ന ദൈവമക്കളുടെ വായിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ദുഷ്ടശക്തികൾ ഭരണത്തെ, ഭരണ സംവിധാനങ്ങളെ, രാജ്യത്തെ കൈയടക്കുവാൻ, നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആരാധിക്കുന്ന അഭിഷേകമുള്ള ദൈവമക്കളുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള ഡിക്ലറേഷൻസ് പുറത്തു വരുമ്പോൾ, അവൻ ആ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ വാഴ്ചകളെയും അത് ബ്ലോക്ക് ചെയ്യും. അതിന് തയ്യാറായിട്ടുള്ള ദൈവമക്കൾ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ബലമുള്ള, ആത്മാവിൻ്റെ ശക്തിയുള്ള ദൈവമക്കൾ വേണം. കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദൈവ പൈതൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ, അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ, ഡൽഹിയിൽ വിടുതൽ നടക്കും, ഉത്തർപ്രദേശിൽ വിടുതൽ നടക്കും, ഗുജറാത്തിൽ വിടുതൽ നടക്കും, നോർത്ത് സ്റ്റേറ്റുകളിൽ വിടുതൽ നടക്കും. അവിടെ പോകണമെന്ന് പോലുമില്ല. ദൈവമക്കൾ അവർ വായിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ ചില ഡിക്ലറേഷൻസ് പറയുമ്പോൾ തന്നെ ആത്മമണ്ഡലങ്ങളിൽ വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ത്യയിൽ ദൈവത്തിൻ്റെ വാഴ്ച, സ്വർഗത്തിൻ്റെ വാഴ്ച, വചനം പറയുന്നു യഹോവ വാഴുന്നു. വചനം പറയുന്നു ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ദുഷ്ടശക്തികളെ ഉപയോഗിച്ച്, പൈശാചിക ശക്തികളെ ഉപയോഗിച്ച് വാഴ്ച നടത്തുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശ്രമങ്ങൾ അതെല്ലാം ആരാധിക്കുന്ന ദൈവമക്കൾ നിമിത്തം, സ്തുതിക്കുന്ന ദൈവമക്കൾ നിമിത്തം ചിന്ന ഭിന്നമായി പോകും, ഒന്നുമല്ലാതായി പോകും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ചില ഡിക്ലറേഷൻസ് പറയും. ഓക്കെ, നിങ്ങളതെല്ലാം ആമേൻ എന്ന് പറഞ്ഞ് ആമേൻ കർത്താവിന് മഹത്വത്തെ കൊടുക്കണം. ഇന്ത്യ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വാഴ്ച വരട്ടെ. ഇന്ത്യയുടെ ഭരണത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കട്ടെ.
ഇന്ത്യയിലുള്ള ആത്മമണ്ഡലത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങി വരട്ടെ. ഇന്ത്യയുടെ ആത്മമണ്ഡലത്തിൽ ദൈവ സ്വർഗം തുറന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിപ്പേൻ, കർത്താവ് അത് ചെയ്യും. ആമേൻ. പൈശാചിക ശക്തിയുടെ ഇന്റൻഷൻസ് ഇന്ത്യയുടെ മേലുണ്ട്. അതിൻ്റെ ഭരണത്തെ പിടിച്ചെടുക്കുവാൻ, അതിനെ മനുഷ്യരുടെ ഹൃദയങ്ങളെ തിരിച്ചുവിടുവാൻ, അനീതിയിലേക്കും വഞ്ചനയിലേക്കും ദുഷ്ടതയിലേക്കും ജനഹൃദയങ്ങളെ തിരിച്ചുവിടുവാനുള്ള പൈശാചിക വാഴ്ചകൾ ഈ ഭൂമിയിൽ, പ്രത്യേകിച്ചും ഇന്ത്യ ദേശത്ത് പരിവർത്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജനം ആരാധിക്കുമ്പോൾ സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇറങ്ങി വരും. കർത്താവ് ഇറങ്ങി വരുമ്പോൾ കർത്താവ് മാത്രമല്ല, ഒരു വലിയ സൈന്യം ഇറങ്ങും. ആ സൈന്യം യുദ്ധം ചെയ്യുന്ന സൈന്യമാണ്. ഹല്ലേലൂയ. നമുക്കാരോടാണോ പോരാട്ടമുള്ളത്, അവരോട് ആ സൈന്യം യുദ്ധം ചെയ്യും. മനുഷ്യന്റെ ബുദ്ധിയല്ല, മനുഷ്യന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദേശങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ദേശത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുവാനുണ്ട്. അതിന് കാത്തിരിക്കുന്ന ദൈവമക്കൾ വേണം. ദേശത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുവാനുണ്ട്. അതിന് സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ വേണം. നമ്മുടെ കാര്യങ്ങൾ നോക്കുവാൻ നമുക്ക് സമയമുണ്ട്. ദൈവ പൈതലേ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ സമയങ്ങൾ മാറ്റിവെക്ക്. ദിവസം തോറും ദൈവത്തിനായി സമയങ്ങൾ മാറ്റിവെക്ക്. ഹല്ലേലൂയ. ദൈവത്തിനായി സമയങ്ങൾ മാറ്റിവെക്കുവാനുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ കൂടെ ഞാനൊന്ന് പറയട്ടെ. ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ജിംനേഷ്യത്തിൽ പോകും, എക്സസൈസുകൾ ചെയ്യും. കറക്റ്റ്? നിങ്ങൾ മനുഷ്യരല്ലേ? അന്യഗ്രഹ ജീവികളല്ലല്ലോ അല്ലേ? ശരി, ഓക്കെ. എന്ത് ചെയ്യും? എക്സസൈസുകൾ ചെയ്യും. അവിടെ അവർ പലതരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ഉദാഹരണത്തിന് ജിംനേഷ്യത്തിൽ പോകുമ്പോൾ അവർ ചിലപ്പോൾ പുഷപ്പൊക്കെ എടുക്കാൻ പറയും. വളരെ നിസ്സാരമായിട്ട് പറയും, 100 പുഷപ്പൊക്കെ എടുക്കാൻ പറയും. 10 എടുക്കുമ്പോഴേ കൈയും കാലും ഒടിഞ്ഞവിടെ ഇരിക്കും, ആദ്യമായിട്ട് പോകുന്നവർ. ഓക്കെ. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാൻ പറ്റില്ല, 100 എടുക്കാൻ പറ്റില്ല. ഓക്കെ. എത്ര പേർക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരു 100 പുഷപ്പ് എടുക്കാൻ പറ്റും? ഒന്ന് കൈയുയർത്തിക്കേ. ബോഡിയിൽ ഭയങ്കര വീക്കാണ്. ബോഡിയിലും സ്ട്രോങ് ആകണം, സ്പിരിറ്റിലും സ്ട്രോങ് ആകണം. ശരീരത്തിലും ബലം വേണം, ആത്മാവിലും ബലം വേണം. ഒറ്റ സ്ട്രെച്ചിൽ 100 പുഷപ്പ് എടുക്കാൻ പറ്റില്ല. ശരി, 5 എടുക്കാൻ പറ്റുമോ? ശരി, 5 ഡിഫറെൻറ്റ് ടൈമിൽ 20 പ്രാവശ്യം എടുത്താൽ മതി, 100 എടുക്കാം. അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ 10 എടുക്കാൻ പറ്റും. 10 ഒരു 10 പ്രാവശ്യം എടുത്താൽ മതി, 100 എടുക്കാം. കറക്റ്റ് അല്ലേ? 10 ടൈം വീതം എടുത്താൽ മതി. പിന്നെ 10 എന്നുള്ളത് ചിലപ്പോൾ ഒറ്റയടിക്ക് 20 എടുക്കാൻ പറ്റും. അങ്ങനെ 20 5 പ്രാവശ്യം എടുത്താൽ മതി. ശരിയല്ലേ? അല്ലേ നോബൽ? ജിമ്മിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ക്രമേണ അതിൻ്റെ എണ്ണം കൂട്ടി വരാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ. ഞാൻ ഈ ജിംനേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞത് ജിംനേഷ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ റിയലി ഇത് പറഞ്ഞത്. ഞാൻ ആത്മാവിൽ ബലപ്പെടുവാനുള്ള ചില എക്സസൈസുകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഉദാഹരണത്തിന്, ഇപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒറ്റയടിക്ക് 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എന്നിരിക്കട്ടെ, 5 മിനിറ്റ് പ്രാർത്ഥിച്ചോ. 5 മിനിറ്റ് ആരാധിക്കുക. 5 മിനിറ്റ് അങ്ങനെ 20 പ്രാവശ്യം ആരാധിക്കുക ഒരു ദിവസം, പല സമയങ്ങളിലായി. അത് ക്രമേണ 10 മിനിറ്റ് ആകുക. അങ്ങനെ 10 പ്രാവശ്യം ആരാധിക്കുക. 10 മിനിറ്റ് വീതം 10 പ്രാവശ്യം ആരാധിക്കുക. അങ്ങനെ ക്രമേണ ആരാധിച്ചു വരുമ്പോൾ മണിക്കൂറുകൾ പോകുന്നത് അറിയുവാൻ കഴിയാത്ത രീതിയിൽ ആരാധിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. ഹല്ലേലൂയ. ആദ്യം 1 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ വലിയ ടാസ്കായിട്ട് ഫീൽ ചെയ്യും, വളരെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും. ശരിയല്ലേ? ശരിയാണോ? ഇതുപോലെ കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുവാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം, പരിശീലിപ്പിക്കണം, അഭ്യാസം കൊടുക്കണം. കർത്താവിനായി കാത്തിരിക്കുന്ന ദൈവമക്കളെ ദൈവത്തിന് വേണം. ശരീരത്തിനോ മനസ്സിനോ പലതരത്തിലുള്ള ഡിഫക്റ്റുകൾ, ബലഹീനതകൾ ഉണ്ടെങ്കിൽ അതിനെ ജയിക്കണം. ക്രമേണ ജയിക്കണം. ഒറ്റയടിക്ക് ജയിക്കണമെന്ന് പറയുന്നില്ല, ക്രമേണ ജയിക്കണം.
ജയിച്ച് ദൈവകൃപയിൽ എഴുന്നേറ്റ് ആത്മാവിൽ ബലപ്പെടുന്ന ദൈവമക്കളായും എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെടുന്ന ദൈവമക്കൾ ഈ രാജ്യത്തില്ല എങ്കിൽ, ആത്മാവിൽ ശക്തിപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ രാജ്യത്തില്ല എങ്കിൽ, ഈ രാജ്യത്തെ മുഴുവനും പൈശാചിക ശക്തി മൂടിക്കളയും. ഹല്ലേലൂയ. വെറും നാമധേയ വിശ്വാസികളല്ല ഈ ദേശത്തിന്, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ വാസമുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള, യഹോവയ്ക്കായി കാത്തിരിക്കുന്ന, ശക്തിയെ പുതുക്കുന്ന ദൈവജനത്തെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അവർ ഒന്നും ചെയ്തില്ല എങ്കിലും, എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കാൻ പോകുന്നില്ല, സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല എങ്കിലും റിയലി അവർ ആരാധിച്ചുകൊണ്ടൊരു സ്ഥലത്തുകൂടെ നടക്കുമ്പോൾ പോലും ദൈവശക്തി പുറപ്പെടും. യേശു കർത്താവ് നടന്നു പോകുമ്പോഴേ ശക്തി പുറപ്പെടുന്ന ലെവലിലാണ് കർത്താവ് നടന്നു പോകുന്നത്. അത് മനസ്സിലാക്കിയ ഒരു സ്ത്രീ ഇങ്ങനെ വിശ്വസിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മാത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചു. അതേ വിശ്വാസം ഏതെങ്കിലും പുരോഹിതന്റെ അങ്കിയുടെ അറ്റത്ത് പോയി തൊട്ടാൽ വല്ലതും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല. യൂദയുടെ അങ്കിയുടെ അറ്റത്ത് പോയി തൊട്ടാൽ വല്ലതും സംഭവിക്കോ? സംഭവിക്കില്ല. അതിനുള്ള ക്വാളിറ്റി ഇല്ല. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുമക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ്റെ ഉള്ളിൽ ഒരു പവർ ഉണ്ട്. അവിടെ മഹത്വങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. വെള്ളമില്ലാത്ത പൊട്ടക്കിണറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പൊട്ടക്കിണറിൽ വെള്ളം വരും. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പറയും ഈ സ്ഥലത്ത് വെള്ളം കിട്ടില്ല എന്ന്. ആ സ്ഥലത്ത് പുതിയ ഉറവയെ തുറന്ന് കർത്താവ് വെള്ളത്തെ തരും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന മക്കൾക്കായി ഇങ്ങനെയുള്ള മഹത്വങ്ങളെ കർത്താവ് ചെയ്യും. ലോകത്തിൻ്റെ തത്വങ്ങളും ലോകത്തിൻ്റെ ഗതിയും ദൈവത്തിൻ്റെ മക്കൾക്ക് ബാധകമല്ല. ലോകത്തിൻ്റെ മക്കൾക്ക് അവർക്ക് ഈ ലോകത്തിൻ്റെ ഗതിയുണ്ട്. അതിനനുസരിച്ച് പോയെങ്കിലേ അവർക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ. അവർ രാഹുകാലം നോക്കേണ്ടി വരും. അവർ ഒരുപക്ഷെ ടൈമിങ്ങുകൾ നോക്കേണ്ടി വരും, നാളുകൾ നോക്കേണ്ടി വരും. അവർ ഒരുപക്ഷെ മറ്റു പലവിധമായിട്ടുള്ള കാര്യങ്ങളും ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരും. ആർക്ക്? ഒരു ലോക പൈതലിന്, ഒരു ജഡീകന്. എന്നാൽ ഒരു ദൈവ പൈതലിന് അവൻ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് പോകേണ്ടവനല്ല. ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് നിൽക്കേണ്ടവനാണ്. ലോകത്തിൻ്റെ ഗതി അവന് ബാധകമല്ല. ലോകത്തിൻ്റെ ഒഴുക്ക് അവന് ബാധകമല്ല. ലോകം അസാധ്യമെന്ന് പറയും, എന്നാൽ അവിടെ ഒരു സാധ്യത ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു കൊടുക്കും. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. ഒരു പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? ഇമ്മീഡിയറ്റ്ലി കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരിക്കുവാൻ പ്ലാൻ ചെയ്യണം. ഹല്ലേലൂയ. അടിക്കടി പ്രതികൂലങ്ങൾ, ഇടർച്ചകൾ വരുന്നുണ്ട്, കഷ്ടങ്ങൾ വരുന്നുണ്ട്, നഷ്ടങ്ങൾ വരുന്നുണ്ട്. എന്തു ചെയ്യണം? കർത്താവിൻ്റെ പാദത്തിലിരുന്ന് ജയം പ്രാപിക്കുവാൻ, വിടുതലെടുക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ഷോർട്ട് പീരീഡ് കൊണ്ട്, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എല്ലാവിധമായ പ്രതികൂലങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾ പുറത്തു വരും. യേശു കർത്താവ് 40 ദിവസം മാത്രമേ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഇസ്രായേൽ ജനം, മോശ മുഖാന്തരം നടത്തപ്പെട്ട ഇസ്രായേൽ ജനം, അവരും യഥാർത്ഥത്തിൽ 40 ദിവസം കൊണ്ട് പുറത്തു വരാമായിരുന്നു. പക്ഷേ അവർക്ക് ആ മരുഭൂമിയിലുള്ള അനുഭവങ്ങളിൽ അവരുടെ മനസ്സ് ദൈവഹിതപ്രകാരം രൂപാന്തരപ്പെടാത്തത് കൊണ്ട്, ദൈവവചനപ്രകാരം അവരുടെ മനസ്സിൽ ഒരു രൂപാന്തരം സംഭവിക്കാത്തത് കൊണ്ട്, മാനസാന്തരം വരാത്തത് കൊണ്ട്, സമർപ്പണം വരാത്തത് കൊണ്ട് അവരുടെ 40 ദിവസം അത് 40 വർഷമായി നീണ്ടുപോയി. ഷോർട്ട് ടൈം കൊണ്ട്, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവിധമായ ഇടർച്ചകളിൽ നിന്നും, എല്ലാ വെല്ലുവിളികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ആമേൻ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവമക്കൾക്ക് പുറത്തു വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാത്തിരുന്ന് സ്തുതിച്ച് ജയമെടുക്കണം. മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് സമർപ്പിച്ച് ജയമെടുക്കണം. ദൈവത്തിൻ്റെ മക്കൾ ജയമെടുക്കേണ്ടത്
ദൈവത്താൽ. ദാവീദ് പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ പറയുന്നു എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന്? ആമേൻ, ഹല്ലേലൂയ. ലോകത്തിന്റെ ശബ്ദം കേൾക്കരുത്. മനുഷ്യർ പലതും പറയും, ആ ശബ്ദം നിങ്ങളുടെ മനസ്സിൽ എടുക്കരുത്. അത് നിങ്ങളുടെ ചെവിയിൽ വീഴുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തരുത്. ലോകം പറയുന്നത് പോലെ അല്ല ഒരു ദൈവ പൈതലിന്റെ വിധി. ലോകം പറയുന്നത് ലോകത്തിന്റെ കാര്യം, എന്നാൽ ദൈവ പൈതലിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഒരു ദൈവ പൈതലിനായി ആമേൻ ഇടപെടുന്ന ഒരു ദൈവ മഹത്വമുണ്ട്. അത് വിശ്വസിപ്പേൻ. ഹല്ലേലൂയ. സമയത്തെക്കുറിച്ച്, ദിവസത്തെക്കുറിച്ച്, രീതികളെക്കുറിച്ച് ലോകം വ്യത്യസ്തമായി പറയുമ്പോൾ ഒരു ദൈവ പൈതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് കലങ്ങേണ്ടതില്ല. വാസ്തു നോക്കുന്നത്, സമയം നോക്കുന്നത്, ഡയറക്ഷൻ നോക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമക്കൾക്ക് വേണ്ട. സയൻസ് പ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഈ മറ്റു പറഞ്ഞ വാസ്തു പോലുള്ള സയൻസുകളെല്ലാം അതൊരു സ്യൂഡോ സയൻസ് എന്ന് പറയും. അതൊരു കള്ള സയൻസ് ആണ്. അതിനെയും ശാസ്ത്രം എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥ സയൻസ് അല്ല. അതെന്തു സയൻസ് ആണ്? സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കള്ള സയൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു യഥാർത്ഥ സയൻസ് അല്ല. അങ്ങനെയുള്ള കള്ളശാസ്ത്രത്തിൻ്റെ പിന്നാലെ ദൈവമക്കൾ പോകണ്ട. ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ ബലപ്പെട്ട് നിൽക്കുവിൻ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിങ്ങൾ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ടാകും. അമേരിക്കയിൽ വളരെ ശക്തമായ കാറ്റടിക്കുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ജലപ്രളയം ഉണ്ടാകുന്നു. വളരെ നാശങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, നോക്കുക. ദൈവഭയമില്ലാതെ, ദൈവസ്നേഹമില്ലാതെ താൻ തോന്നികളായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം എപ്പോഴെന്നില്ലാതെ ഒരു ദേശത്തിൻ്റെ മേൽ വരും. സോദോം ഗൊമോറ നോക്കിക്കേ. സോദോം ഗൊമോറ അവർ ദൈവഭയമില്ലാതെ പാപത്തിൽ ജീവിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവ പൈതലുമായി കണക്ഷനുള്ള ഒരു കുടുംബം മാത്രം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുടുംബത്തെ മാത്രം ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് കർത്താവ് ആ പട്ടണത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ചില പട്ടണങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് കാരണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവിടെവിടായി ഉള്ളത് കൊണ്ടാണ്. ദൈവഭയമുള്ള, കർത്താവിനെ തേടുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ചില ദൈവമക്കൾ അവിടെവിടായി ഉള്ളതുകൊണ്ട് അതിൻ്റെ നന്മ ലൗകികരും അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ നിമിത്തം, സ്തുതിക്കുന്ന ഒരു ദൈവ പൈതൽ നിമിത്തം, ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ നിമിത്തം കർത്താവ് ഒരു ദേശത്തെ കാക്കും. ഒരു ദേശത്തിൻ്റെ കാലാവസ്ഥയെ കർത്താവ് സൂക്ഷിക്കും. അനർത്ഥങ്ങൾ അവിടെ വരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. കാത്തിരിക്കുന്ന ദൈവസ്നേഹമുള്ള ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ ആ ദൈവ പൈതൽ നിമിത്തം ആ ദേശം കാക്കപ്പെടും. ആ ദൈവ പൈതലിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ബാധകൾ ആ ഭവനത്തിൽ വരികയില്ല. ഒരനർത്ഥവും ഭവിക്കുകയില്ല. ഒരു ബാധയും അടുക്കുകയില്ല. ദൈവജനത്തെ കർത്താവ് അങ്ങനെ പരിപാലിക്കും. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ സ്തുതിയോടെ, സ്തോത്രത്തോടുകൂടെ ആ വചനങ്ങൾ ഏറ്റെടുക്കുവിൻ. ആ വചനത്തിലെ ആ മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള ഒരു താല്പര്യത്തോടുകൂടെ, സ്തുതിയോടുകൂടെ ആ വചനങ്ങൾ ഏറ്റെടുക്കുവിൻ. ദൈവമക്കൾക്കുള്ള നന്മകൾ നാം സ്വന്തമാക്കാം. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ശക്തിപ്പെടുന്ന ദൈവമക്കളെ ദൈവത്തിന് വേണം. മറ്റൊരു വേദഭാഗം നിങ്ങൾക്കായി എടുക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം, ജെയിംസ് 5-ാം അധ്യായം 7-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. Thank you Lord Jesus. വായിച്ചോ. இப்படி இருக்க சகோதரரே, கர்த்தர் வருமளவும் நீடிய பொறுமையாயிருங்கள். இதோ பயிரிடுகிறவன் பூமியின் நற்பலனை அடைய வேண்டுமென்று முன்மாறியும் பின்மாறியும் வருமளவும் നീടിയ പൊറുമയോടെ കാത്തിരിക്കാൻ. ഇവിടെ ഒരു കൃഷിക്കാരനെ കുറിച്ച് പറയുന്നു. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ മക്കൾ ദൈവവചനം അനുസരിച്ച് ദീർഘക്ഷമയോടുകൂടെ ഇരുന്നാൽ
അതിൻ്റെ ടൈമിങ്ങിനനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ഒരു കർഷകൻ ഇന്നൊരു വാഴ നട്ടിട്ട് അടുത്ത ആഴ്ച കുല വെട്ടാൻ പോയാൽ കുല കിട്ടുമോ? കിട്ടില്ല. അതിനൊരു ടൈമിംഗ് ഉണ്ട്. അതിന് കിട്ടേണ്ടുന്ന വളം കിട്ടണം, അതിന് കിട്ടേണ്ടുന്ന വെള്ളം കിട്ടണം. അതെല്ലാം കിട്ടി അതിനുള്ള ടൈം കിട്ടുമ്പോൾ അതിൻ്റെ തക്ക സമയത്ത് നല്ലൊരു റിസൾട്ട് ആ കർഷകന് ലഭിക്കും. അതുപോലെ തന്നെ ഇന്ന് കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, അവരുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി എല്ലാം മാറി അവർ വിശ്വാസമുള്ള ദൈവമക്കളായിരുന്ന് അവരുടെ ഉള്ളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം മാറി ഒരു മാനസാന്തരമുള്ള ഒരു ദൈവ പൈതലായി കാത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന നിലയിൽ ഒരു ദൈവ പൈതൽ മാറി വന്നാൽ ആ ദൈവ പൈതൽ നിമിത്തം, ആ കാത്തിരിക്കുന്ന ദൈവ പൈതൽ നിമിത്തം വരും ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് ആത്മമണ്ഡലങ്ങളിൽ മാത്രമല്ല, അവരുടെ ഭൗതിക ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ഭവനത്തിലും അവരുടെ ആരോഗ്യത്തിലും അവരുടെ എല്ലാ ഏരിയകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കാണും. ദൈവത്തിൻ്റെ മഹത്വം അവർ കാണും. ദൈവത്തിൻ്റെ വിടുതൽ അവർ സ്വന്തമാക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. മഹത്വത്തിൻ്റെ രാജാവ് കാത്തിരിക്കുന്നവർക്കായി പ്രവേശിക്കും. ആമേൻ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശക്തി വേണം. ഹല്ലേലൂയ. ഇന്ന് വാഴ നട്ടിട്ട് അയ്യോ നാളെ കൊല കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല. ഇന്ന് തെങ്ങ് നട്ടിട്ട് അയ്യോ അടുത്ത മാസം തേങ്ങ കിട്ടില്ലല്ലോ എന്ന് വിഷമിക്കേണ്ടതില്ല. പകരം അതിനൊരു ടൈമിംഗ് വേണമെന്നുള്ളതുപോലെ ആമേൻ, ഒരു ദൈവ പൈതലിൻ്റെ വിശ്വസ്തത കർത്താവ് കൺഫേം ചെയ്യുമ്പോൾ, അവൻ നന്മ കിട്ടിയാലും നന്മ കിട്ടിയില്ലെങ്കിലും അവൻ എനിക്കായി കാത്തിരിക്കുമെന്ന് കർത്താവ് കൺഫേം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ദൈവസ്നേഹവും നമ്മുടെ വിശ്വാസവും നമ്മുടെ സമർപ്പണവും ആമേൻ നമ്മളത് തെളിയിക്കുമ്പോൾ, ദിനംതോറും നമ്മളത് തെളിയിക്കുമ്പോൾ, മാസങ്ങളത് തെളിയിക്കുമ്പോൾ, കാലങ്ങൾ നമ്മളത് തെളിയിക്കുമ്പോൾ, അങ്ങനെയുള്ള ദൈവമക്കളെ തേടി ദൈവദൂതന്മാർ പുറപ്പെടും. ഹല്ലേലൂയ. ദൈവവചനപ്രകാരം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നെങ്കിൽ ആ ദൈവമക്കൾക്കായി കർത്താവ് ദൂതന്മാരെ അയക്കും. സ്തുതിക്കുന്ന മക്കൾക്കായി കർത്താവ് ദൂതന്മാരെ അയക്കും. ആരാധിക്കുന്ന മക്കൾക്കായി കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കും. അവർക്കായി സ്വർഗം തുറക്കും. അവർക്കായി കർത്താവിൻ്റെ കരം ചലിക്കും. അവരുടെ മേൽ സ്വർഗത്തിൻ്റെ ശ്രദ്ധയുണ്ടാകും. അവരുടെ കാര്യതകളിൽ ദൈവത്തിൻ്റെ ആശീർവാദം ഇറങ്ങി വരും. ഹല്ലേലൂയ. നെഗറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വരില്ല. അവിശ്വാസത്തിലിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വരില്ല. കുറച്ച് സമയം മാത്രം ദൈവത്തെ ആരാധിച്ചിട്ട് പിന്നെ തോന്നുന്നത് പോലെ ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വരില്ല. സ്ഥിരതയോടുകൂടെ വചനം പറയുന്നു, ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടുകൂടെ ഓടിയാൽ കാത്തിരിപ്പിൽ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ, ആരാധനയിൽ സ്തുതിയിൽ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ, ദൈവവചനപ്രകാരം ജീവിക്കുന്നതിൽ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ, നിശ്ചയമായും ദൈവത്തിൻ്റെ മഹത്വകരമായിട്ടുള്ള ഒരു പ്രവൃത്തി റിസൾട്ടുകളായി, ഫലങ്ങളായി ദൈവത്തിൻ്റെ മക്കൾ അവരുടെ ജീവിതത്തിൽ സ്വന്തമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിസൾട്ടുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങാം, കാത്തിരിക്കാം. ദീർഘക്ഷമയോടിരിപ്പിൻ. എന്താണ് 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ വചനം പറയുന്നു, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ എങ്ങനെ ഇരിക്കണം? ദീർഘക്ഷമയോടിരിപ്പിൻ. ഈ പറയുന്ന പ്രത്യക്ഷത കർത്താവിൻ്റെ വരവിനെയാണ് ഉദ്ദേശിച്ച് പറയുന്നതെങ്കിൽ പോലും പലതരത്തിലുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുണ്ട്. കർത്താവ് മേഘാരൂഢനായി മഹത്വത്തോടുകൂടെ സകല വിശുദ്ധ ദൂതന്മാരുമായി മേഘത്തിൽ ഇറങ്ങി വരുന്ന ആ ഒരു പ്രത്യക്ഷത മാത്രമല്ല, ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ ആ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളും. എന്നാൽ അതിലുപരി ഈ ഭൂമിയിൽ ദൈവമക്കളായിരിക്കുമ്പോൾ, അവർ കർത്താവിനായി കാത്തിരിക്കുമ്പോൾ, അവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, അവർ കർത്താവിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷത അവരുടെ പല വിഷയങ്ങളിലും ഉണ്ടാകും. ദൈവത്തിൻ്റെ മഹത്വം അവരുടെ പല വിഷയങ്ങളിലും വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിപ്പിൻ, ഒരു കർഷകൻ
കൃഷി ഇറക്കി അതിൻ്റെ വിളവിനായി കാത്തിരുന്ന്, ക്ഷമയോടെ കാത്തിരുന്ന്, അതിൻ്റെ ടൈമിങ്ങിൽ അതിൻ്റെ വിളവെടുക്കുന്നത് പോലെ, അതിൻ്റെ റിസൾട്ട് എടുക്കുന്നത് പോലെ ആരാധിച്ച്, സ്തുതിച്ച്, വചനമനുസരിച്ച്, വചനത്താൽ ഗ്രഹിക്കുന്ന നീതി പ്രവൃത്തികൾ പ്രവർത്തിച്ച് കാത്തിരിക്കാം. നന്മ തന്നെ കൊയ്യുവാൻ, മഹത്വകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സ്വന്തമാക്കുവാൻ, തലമുറകളിൽ ആശീർവാദങ്ങൾ കാണുവാൻ, ആരോഗ്യത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുവാൻ, സമ്പത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുവാൻ, എല്ലാ ഏരിയയിലും ദൈവത്തിൻ്റെ മഹത്വകരമായ നന്മകൾ ഐശ്വര്യമായി സ്വന്തമാക്കുവാൻ കാത്തിരിക്കാം. വിശ്വാസത്തോടെ കാത്തിരിക്കാം. ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. ആമേൻ. അത് വേഗത്തിൽ സംഭവിക്കും. അത് ലേറ്റായി പോവുകയില്ല. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികൾ, നന്മകൾ ദൈവത്തിൻ്റെ ജനം സ്വന്തമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വചനം കൂടെ ചിന്തിച്ചിട്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് താൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യാഗമായതിനു ശേഷം, ഉയർത്തുന്നതിന് ശേഷം 40 ദിവസത്തോളം ശിഷ്യന്മാർക്കും പലർക്കും പ്രത്യക്ഷമായി ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ കൊടുത്തതിന് ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നായി കർത്താവ് ഒരു കാര്യം അവരോട് പറയുകയാണ്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്തു ചെയ്യണം? കാത്തിരിക്കണം. എന്തിന് കാത്തിരിക്കണം? പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി. എന്താണത്? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മെ നടത്തുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമുക്ക് ജ്ഞാനം തരുവാൻ, നമുക്ക് ജയം തരുവാൻ, നമുക്കായി പ്രവർത്തിക്കുവാൻ ഉള്ള പരിശുദ്ധാത്മാവെന്ന ഒരു ദാനത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അത് പ്രാപിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. തുടർന്ന് ആ ദാനത്തെക്കുറിച്ച് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. അതേ ഗിഫ്റ്റിനെ കുറിച്ച്, അതേ ദാനത്തെക്കുറിച്ച് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശക്തി കിട്ടും. നമുക്ക് എന്ത് വേണം? ശക്തി വേണം. ആമേൻ. അടുത്തൊരു കേടുവെച്ച് പറഞ്ഞേ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പുതുക്കം വേണം. ഹല്ലേലൂയ. എന്ത് വേണം? ശക്തി വേണം. ശക്തിയുടെ പുതുക്കം വേണം. ഒന്നുകൂടെ പറയാം, ശക്തി വേണം, ശക്തിയുടെ പുതുക്കം വേണം. ഇതാണ് കർത്താവ് മെയിനായിട്ട് അവരോട് പറഞ്ഞിട്ട് കയറി പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവജനം എന്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തിനാണ് കാത്തിരിക്കേണ്ടത്? ശക്തിക്കായി കാത്തിരിക്കണം. ആരാധനയിൽ കാത്തിരിക്കുന്ന ദൈവമക്കൾ, സ്തുതിയിൽ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്തു പ്രാപിക്കും? ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഉയർത്തുന്നേറ്റ് 40 ദിവസമായപ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ അവർ ഏകദേശം വീണ്ടും ഒരു 10 ദിവസം കൂടെ അവർ കാത്തിരുന്നു. ആ 10 ദിവസത്തെ കാത്തിരിപ്പിൽ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ശക്തിയെ പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ള ദൈവജനത്തെ കർത്താവ് തേടുന്നു. അവർ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ. സ്തുതിക്കുന്ന മക്കളുടെ മേൽ ശക്തി ഇറങ്ങും. സ്തുതിക്കുന്ന മക്കൾ ശക്തിയെ പുതുക്കും. കാത്തിരുന്ന് സ്തുതിക്കുന്ന മക്കൾ ശക്തി പ്രാപിക്കും, ശക്തി പുതുക്കും. അവരിലൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് ദൈവം തൻ്റെ ശക്തിയെ നമുക്ക് തരുന്നത്? ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ നടക്കുവാൻ, നമ്മിലൂടെ നടക്കുവാനാണ് കർത്താവ് ശക്തിയെ തരുന്നത്.
വളരെയധികം ത്യാഗത്തോടുകൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരുന്ന, അർദ്ധരാത്രികളിൽ കാത്തിരുന്ന, പകൽ സമയങ്ങളിൽ കാത്തിരുന്ന, സമയങ്ങൾ നോക്കാതെ, കാലങ്ങൾ നോക്കാതെ കാത്തിരുന്ന, മറ്റു കാര്യങ്ങൾ നോക്കാതെ അതെല്ലാം മാറ്റിവെച്ച് ക്രമീകരിച്ച് കാത്തിരുന്ന ദൈവമക്കളെ കർത്താവ് നിശ്ചയമായും മാനിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാത്തിരിപ്പുകൾ വർദ്ധിക്കട്ടെ. നോക്കിയേ, തിരുവനന്തപുരത്ത് ദൈവജനം കാത്തിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്, ഇന്ത്യയുടെ ആസ്ഥാനങ്ങളിൽ വിടുതൽ നടക്കും. ഇന്ത്യയുടെ കേന്ദ്രങ്ങളിൽ വിടുതൽ നടക്കും. ആമേൻ. ചില ഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, ചില പൈശാചിക കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ കേന്ദ്രങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ, പടവെട്ടുന്ന ദൂതന്മാർ ഇറങ്ങും. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ ഒരു പരിവർത്തനം ആമേൻ ആ സ്ഥലങ്ങളിൽ വ്യാപരിക്കും. വിശ്വസിപ്പൻ, അത് സംഭവിക്കട്ടെ. ഒരു ദൈവ പൈതൽ ശരീരത്തിൽ ബലമില്ലായിരിക്കാം, നല്ല ബുദ്ധിയും ജ്ഞാനവും ഇല്ലായിരിക്കാം, നല്ല വിദ്യാഭ്യാസം ഇല്ലാതിരിക്കാം, ഒന്നുമില്ല എങ്കിലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഭോഷനായി കണ്ടേക്കാം. എങ്കിൽ പോലും ലോകമെല്ലാം നിന്ദിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും ഒരുവൻ കർത്താവിനായി കാത്തിരുന്നാൽ അവനെ കർത്താവ് മാനിക്കും. ഒരുവൻ കർത്താവിനെ സ്തുതിച്ചാൽ അവനെ കർത്താവ് മാനിക്കും. ഹല്ലേലൂയ. യാക്കോബ് അവൻ പറ്റിപ്പുകാരനെന്ന പേരെടുത്തവനാണെങ്കിലും അവൻ കർത്താവിനോടൊരു ബന്ധമുണ്ടാക്കിയപ്പോൾ, കർത്താവിൽ നിന്നും നന്മ പ്രാപിക്കുവാൻ ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ കർത്താവ് യാക്കോബിനെ മാനിച്ചു. ബുദ്ധിയിൽ മാത്രം പ്രവർത്തിച്ച ഏശാവിനെ അല്ല കർത്താവ് മാനിച്ചത്. ദൈവത്തിൽ ആശ്രയിച്ച, ദൈവത്തിൽ നിന്നും സഹായം പ്രാപിക്കുവാൻ തയ്യാറായ യാക്കോബിനെ കർത്താവ് മാനിച്ചു. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ബലത്താലല്ല, യഹോവയുടെ ആത്മാവാലത്രേ. ഹല്ലേലൂയ. ദൈവത്താൽ മാനിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ എഴുന്നേൽക്കണം. ദൈവശക്തിയെ പ്രാപിക്കുന്ന, ദൈവശക്തിയെ പുതുക്കുന്ന, കാത്തിരിക്കുന്ന, ആത്മശക്തി പ്രാപിക്കുന്ന, ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അനേക ദൈവമക്കൾ അങ്ങനെയുള്ളവർ ഉണ്ട്. ഇനിയും ധാരാളം പേർ എഴുന്നേൽക്കണം. ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളും അങ്ങനെയുള്ള ദൈവമക്കളായി മാറട്ടെ. പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന, കാത്തിരിക്കുവാൻ മനസ്സുള്ള, കാത്തിരിക്കുന്ന, സ്തുതിക്കുന്ന, സ്തുതിച്ച് മുഷിഞ്ഞു പോകാത്ത, സ്തുതിച്ച് മടുത്തു പോകാത്ത ദൈവമക്കളായി നമുക്കെല്ലാവർക്കും മാറാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നതിൽ ഒരു ദൈവ പൈതൽ, ആത്മീകൻ ഒരിക്കലും മുഷിയില്ല, മടുത്തു പോകില്ല. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ ബോറടിക്കുന്നത് ജഡീകനും ലൗകികനുമാണ്, പിശാചിന്റെ അടിമത്തത്തിലിരിക്കുന്നവർക്കാണ്. ലോകം, ജഡം, പിശാചിനെ യേശുവിന്റെ രക്തത്താൽ ജയിച്ച ദൈവത്തിന്റെ മക്കൾ, കർത്താവിനായി സമർപ്പിക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, അവർ കാത്തിരിക്കും. അവർ മടിയില്ലാതെ സ്തുതിക്കും. അവർ മടിയില്ലാതെ ആരാധിക്കും. അവർ മടിയില്ലാതെ ദൈവത്തിന് മഹത്വത്തെ കൊടുക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങൾ കേൾക്കും തോറും നമ്മെ തന്നെ നമുക്ക് ഉത്സാഹിപ്പിക്കാം. അതെ, ഞാൻ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലായി മാറട്ടെ, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായി മാറട്ടെ, ഞാൻ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലായി മാറട്ടെ, ഞാൻ ദൈവത്തിൻ്റെ ശക്തിയെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവ പൈതലായി മാറട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അമേൻ കൂടുതലായി സംഭവിപ്പിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാൻ മാറട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവമക്കളാണ് കർത്താവിന് വേണ്ടത്. രക്ഷിക്കപ്പെട്ടു, സ്നാനമെടുത്തു, അടുത്ത് അനേക വിടുതലുകൾ, നന്മകൾ പ്രാപിച്ചു, സാക്ഷികൾ പറയുവാൻ അനേകമുണ്ട്. എന്നാൽ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ വളരുന്ന മക്കൾക്ക് ആത്മാവിൽ, ആത്മലോകത്തിൽ വലിയ ജോലികൾ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. സ്നാനമെടുത്തതോടുകൂടെ, വിശ്വസിച്ച് ദൈവമക്കളായി മാറിയതോടുകൂടെ, അഭിഷേകം പ്രാപിച്ചതോടുകൂടെ ജോലി തീർന്നിട്ടില്ല. അനേക ജോലികൾ ചെയ്യുവാനുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്, വേല അധികമുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. പ്രധാനമായും ബലവാനെ പിടിച്ചു കെട്ടുവാനുണ്ട്. ചില ബലവാന്മാർ ഈ ഭൂമിയിൽ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. വചനം പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവിടെ കയറി ആർക്കും
ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഭൂമിയെ അടക്കി ഭരിക്കുന്ന, ദേശങ്ങളെ അടക്കി ഭരിക്കുന്ന ചില ബലവാന്മാർ, പൈശാചിക ശക്തികൾ, അതിനെ ആരാധിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോൾ സ്വർഗം അതിനെ പിടിച്ചു കെട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പിടിച്ചു കെട്ടേണ്ടതില്ല, നമ്മൾ സ്തുതിച്ചാൽ മതി, നമ്മൾ ആരാധിച്ചാൽ മതി. അപ്പോൾ സ്വർഗം ചെയ്യേണ്ടത് സ്വർഗം ചെയ്യും. ചങ്ങലക്കിടുവാൻ സ്വർഗമുണ്ട്, ബന്ധിക്കുവാൻ സ്വർഗമുണ്ട്, അതിൻ്റെ മേൽ തീ ഇറക്കുവാൻ സ്വർഗമുണ്ട്, ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. സദാ സന്നദ്ധരായി ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരുങ്ങി നിൽക്കുന്നു ആരാധിക്കുന്ന ദൈവമക്കൾക്കായി പ്രവർത്തിക്കുവാൻ. ദൈവമക്കൾ ആരാധിക്കുമ്പോൾ പ്രവർത്തിക്കുവാൻ, ദൈവമക്കൾ സ്തുതിക്കുമ്പോൾ പ്രവർത്തിക്കുവാൻ. ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവമക്കളുടെ കൂട്ടം അവരെപ്പോഴെല്ലാം സ്തുതിക്കുന്നുവോ അപ്പോൾ സ്വർഗം ഭൂമിയിൽ ആക്റ്റീവാകും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, അത് മറ്റൊരിടവുമല്ല, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ദൈവജനം സ്തുതിക്കുമ്പോൾ ദൈവമക്കളുടെ ഇടയിൽ സ്വർഗം ആക്റ്റീവാകും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ ദൈവരാജ്യം ആക്റ്റീവ് ആകട്ടെ, നിങ്ങളുടെ ദേശത്തിൽ ദൈവരാജ്യം ആക്റ്റീവ് ആകട്ടെ, നിങ്ങളുടെ മനസ്സിൽ ദൈവരാജ്യം ആക്റ്റീവ് ആകട്ടെ, നിങ്ങളുടെ ചിന്തകളിൽ ദൈവരാജ്യം ആക്റ്റീവ് ആകട്ടെ, നിങ്ങളുടെ സംസാരങ്ങളിൽ ദൈവരാജ്യം ആക്റ്റീവ് ആകട്ടെ, ദൈവരാജ്യം ആക്റ്റീവ് ആകട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യം അതിൻ്റെ അനുഭവമുള്ള, സ്തുതിക്കുന്ന, കാത്തിരിക്കുന്ന, സ്വർഗത്തെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും ദൈവമഹത്വത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ദൈവമക്കളായി നമുക്ക് മാറാം. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവ് തൻ്റെ ശക്തിയെ തരുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരെ കയറും, ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അവർ ജീവിതത്തിൽ തളർന്നു പോകില്ല, അവർ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകില്ല. ഏത് സിറ്റുവേഷനിലൂടെ ഒരു ദൈവ പൈതൽ പോയാലും തളർന്നു പോകില്ല, ക്ഷീണിച്ചു പോകില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്കറിയാം ദൈവത്തിൻ്റെ ഒരു സഹായത്തെ കൊണ്ടുവരുവാൻ അവർക്കറിയാം, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കൊണ്ടുവരുവാൻ അവർക്കറിയാം. അവർക്കറിയാം കാത്തിരുന്നാൽ, കർത്താവിൻ്റെ പാദത്തിലിരുന്നാൽ, സ്തുതിപ്പാനായി ഞാനൊന്ന് ഒരുങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വരുമെന്ന്, അവരുടെ ജീവിതത്തിൽ വരുമെന്ന് അവർക്കറിയാം. നിങ്ങൾക്കതറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾ കാത്തിരുന്നാൽ, കർത്താവിനായി ഒരുങ്ങിയിരുന്നാൽ തളർന്നു പോകുവാൻ ഇടവരില്ല, മടുത്തു പോകുവാൻ ഇടവരില്ല, ജീവിതം വെറുക്കുവാൻ ഇടവരില്ല. ലൗകികർ, പിശാചിൻ്റെ അടിമത്തത്തിലിരിക്കുന്നവർ, ജഡീകർ, അവർ തളർന്നു പോയേക്കാം, ജീവിതം വെറുത്തേക്കാം, ആത്മഹത്യകൾ ചെയ്തേക്കാം. എന്നാൽ കർത്താവിനായി കാത്തിരിക്കുന്ന മക്കൾ, അത് അഭ്യസിച്ചവർ, അത് അറിഞ്ഞവർ, ആ ജ്ഞാനം പ്രാപിച്ചവർ, അവർ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വരുമെന്നും ദൈവത്തിൻ്റെ സഹായം എങ്ങനെ വരുമെന്നും ഒരു ദൈവ പൈതലിന് അറിയാം. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും അതിനിടയിൽ അവൻ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് ആരാധിച്ച് സ്തുതിച്ച് ജയമെടുക്കുവാൻ ഒരു ദൈവ പൈതലിന് അറിയാം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ഏറി വന്ന അനുകൂലമായി യേശുവുണ്ട്. പ്രതികൂലങ്ങൾ ഏറി വന്ന അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗ്ഗസിയോനിൽ എത്തിയിടും ഞാൻ. പതറുകില്ല, തളരുകില്ല, സ്വർഗ്ഗസിയോനിൽ എത്തിയിടും ഞാൻ. കാത്തിരിപ്പൻ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് കാത്തിരിപ്പൻ. ആ വിഷയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പരിവർത്തിക്കട്ടെ.
ദൈവത്തിൻ്റെ മഹത്വം അതിൽ വെളിപ്പെടട്ടെ. പഠിക്കുന്ന കുട്ടികൾ അവർ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്നവരെങ്കിൽ, ദൈവഭക്തിയിൽ ജീവിക്കുന്നവരെങ്കിൽ, കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന മക്കളെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിൻ്റെ ആശീർവാദത്തെ അവർ കാണും. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ടും സ്വന്തം ശ്രമം കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടും മാത്രം ജീവിക്കുന്നവരാണ് ലോകമക്കൾ. എന്നാൽ നമ്മുടെ അധ്വാനത്തിൽ ദൈവത്തിൻ്റെ സഹായം കൂടെ കൊണ്ടുവരുവാൻ നാം ദൈവമക്കൾക്ക് കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് സ്തുതിച്ച് ജയമെടുക്കുവാൻ എല്ലാ മേഖലകളിലും ദൈവമക്കൾക്ക് ഒരു ജ്ഞാനത്തെ, വിശേഷപ്പെട്ട ജ്ഞാനത്തെ കർത്താവ് തരും. നിങ്ങളുടെ തൊഴിലിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ആ കാര്യങ്ങളും ദൈവകരങ്ങളിൽ കൊടുത്ത് നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ, അതിനെ ദൈവകരങ്ങളിൽ കൊടുത്ത് സ്തുതിക്കുന്നവരാണെങ്കിൽ, ആ തൊഴിലിലും വരുമാന മാർഗങ്ങളിലും അധ്വാനങ്ങളിലും ബിസിനസ്സിലും ദൈവത്തിൻ്റെ ആശീർവാദത്തെ കർത്താവ് കൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ എല്ലാ കാര്യതകളും ദൈവകരങ്ങളിൽ നിങ്ങൾ കൊടുത്താൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആശീർവാദം വരും. ദുഷ്ടൻ തകർക്കുന്ന, അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിക്കുവാൻ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് കഴിയും. ഹല്ലേലൂയ. ലോകത്തിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ചില നാശങ്ങളിൽ പോലും ജയമെടുക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. രോഗമാകട്ടെ, ബലഹീനതകളാകട്ടെ, ചില പ്രതികൂലങ്ങളാകട്ടെ, ചില അനർത്ഥങ്ങളാകട്ടെ, ചില ബാധകളാകട്ടെ, ഏതു തരത്തിലുള്ള പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, ഒരു ദൈവപൈതൽ കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരുന്നാൽ, സ്തുതിച്ച് കാത്തിരുന്നാൽ സ്വർഗം അവർക്കായി തുറക്കും. ദൈവം തന്നെ ദൂതന്മാരെ അയക്കും. അവർ ശക്തി പ്രാപിക്കും. അവർ ശക്തിയെ പുതുക്കും. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ആദ്യം ഒരു ദൈവപൈതൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരണം. ഉള്ളത്തിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ചിന്തയിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ശരീരത്തിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. തൊഴിലിൽ, അധ്വാനത്തിൽ, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ബന്ധങ്ങളിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. ഭവനത്തിൽ ദൈവമഹത്വത്തെ കൊണ്ടുവരണം. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വത്തെ ഒരു ദൈവപൈതലിന് വെളിപ്പെടുത്തുവാൻ കഴിയും. ഞാൻ പറയട്ടെ, ഒരു ദൈവപൈതൽ നടക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവപൈതൽ, ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവപൈതൽ, അവൻ്റെ നടത്ത പോലും ആ ദേശത്തിനും ആ സറൗണ്ടിങ്സിനും ഒരു വിടുതലായിരിക്കും. അവൻ ആത്മമണ്ഡലങ്ങൾക്ക് അതൊരു വിടുതലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവപൈതൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കും. ഒരു ദൈവപൈതലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കും. ദൈവപ്രവൃത്തികൾ ധാരാളം ഈ ഭൂമിയിൽ വർദ്ധിക്കേണ്ടതുണ്ട്. അതിനെ ആ മഹത്വത്തെ ചുമക്കുന്ന ദൈവമക്കൾ ധാരാളം ഈ ഭൂമിയിൽ എഴുന്നേൽക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. മന്ത്രവാദ ശക്തികൾ ദൈവമക്കളെ ജയിക്കില്ല. ഒരു മന്ത്രവാദം, ദുഷ്കർമ്മങ്ങൾ, ദുഷ്ടശക്തികളെ ഉപയോഗിച്ച് ചെയ്യുന്ന ക്രിയകൾ, പിശാചിന്റെ ശക്തികളെ, ദുരാത്മാക്കളെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ, ദുഷ്കർമ്മങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ഇങ്ങനെയുള്ളത് ഒരു വ്യക്തിയെ ബാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായും വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കയില്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തുതിക്കുന്ന ദൈവമക്കൾ ജയമെടുക്കും. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം തൻ്റെ മക്കൾക്കായി പ്രവർത്തിക്കും. ദുഷ്ടന്റെ കണ്ണുകൾ ദൈവമക്കളുടെ മേൽ പതിയുകയില്ല. ദുഷ്ടന്റെ പ്രവൃത്തി ദൈവമക്കളെ ജയിക്കുകയില്ല. ഒരു ബാധയും ഒരനർത്ഥവും ദൈവമക്കളെ തൊടുകയില്ല. സ്തുതിക്കുന്ന ദൈവമക്കൾ, ആരാധിക്കുന്ന ദൈവമക്കൾ, മടിയില്ലാതെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മക്കൾ, അനേക തരത്തിലുള്ള എതിർപ്പുകൾ അവർക്കെതിരെ വരും. ചില കണ്ണുകൾ അവരെ നശിപ്പിക്കുന്ന കണ്ണുകളാണ്. ചില കണ്ണുകൾ, മോണിറ്ററിംഗ് സ്പിരിറ്റ്സ്, അവരെ നശിപ്പിക്കുന്ന, അവരെ തകർക്കുന്ന, അവരുടെ കാര്യങ്ങളെ നശിപ്പിക്കുന്ന ചില കണ്ണുകളുണ്ട്. അത് മനുഷ്യന്റെ കണ്ണ് മാത്രമല്ല, അത് ചില ശക്തികളുടെ കണ്ണുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ യേശുവിൻ്റെ രക്തത്താൽ
കോട്ട കെട്ടപ്പെട്ട കവർ ചെയ്യപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, അവരുടെ മേൽ ആ ദുഷ്ട കണ്ണുകൾ, വൻകണ്ണ്, ആമേൻ, ദുഷ്ട കണ്ണ് ആ ദൈവജനത്തെ കാണുകയില്ല, തൊടുകയില്ല, ജയിക്കുകയില്ല. ആ ദുഷ്ട കണ്ണുകളെ ദൈവമക്കൾക്ക് ജയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ചില ദുഷ്ടശക്തികൾ ആവാഹിക്കപ്പെട്ട വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ചില കാര്യങ്ങളെ കണ്ടാൽ തന്നെ ആ നന്മകൾക്ക് നാശമുണ്ടാകും. ഉദാഹരണത്തിന്, ഞാൻ ആൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ മുട്ടയിടുന്ന ഒരു കോഴി, ആ കോഴിയെ അവർ കണ്ടാൽ ആ കോഴി പെട്ടെന്ന് മുട്ടയിടുന്നത് നിർത്തും, അത് ആരോഗ്യം ക്ഷയിക്കും, അത് ചത്തുപോകും. നിൽക്കുന്ന നിൽപ്പിൽ അത് കറങ്ങി വീഴും. അത്രയ്ക്ക് പവറുള്ള കണ്ണുകളുള്ള പിശാചിന്റെ പ്രവൃത്തികളെ ആവാഹിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഈ കണ്ണ് ദൈവമക്കളുടെ മേൽ, ഇയ്യോബിനെ പോലെ വേലികെട്ടി കാക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കാര്യങ്ങളുടെ മേൽ ജയിക്കുകയില്ല. ഹല്ലേലൂയ. ചില കണ്ണ് നല്ല പാല് തരുന്ന പശു, ഡെയിലി 20 ലിറ്റർ പാല് തരുന്ന പശു, അങ്ങനെയുള്ളൊരു പശുവിനെ അങ്ങനെയുള്ള പൈശാചിക ശക്തികളാൽ ആവാഹിക്കപ്പെട്ടൊരു വ്യക്തി, ആ മോണിറ്ററിംഗ് സ്പിരിറ്റ്സോടുകൂടെ ഉള്ളവർ അതിനെ കണ്ടാൽ ആ പശു പിന്നെ അത്രയും പാല് തരില്ല. ആ പശു പിന്നെ 1.5 ലിറ്റർ പാലേ തരുള്ളൂ. എന്തുകൊണ്ടങ്ങനെ? ആ പശുവിന്റെ ഉടമസ്ഥന് ഇയ്യോബിനെ വേലി കെട്ടി കാത്തതുപോലുള്ള ഒരു വേലി, ദൈവം കെട്ടുന്ന ഒരു വേലി ആ പശുവിന്റെ ഉടമസ്ഥന് ഇല്ല. ആ പശുവിന്റെ ഉടമസ്ഥന് ഇയ്യോബിനെ ദൈവം വേലി കെട്ടി കാത്തതുപോലുള്ള ഒരു വേലിയുള്ള ഉടമസ്ഥനാണെങ്കിൽ ആര് അതിനെ കണ്ടാലും ശരി, അത് ആ ദൈവ പൈതലിന്റെ കാര്യത്തെ ബാധിക്കില്ല. വചനം പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തെങ്ങ് നട്ടുപിടിപ്പിച്ചാൽ നല്ലവണ്ണം കായ്ക്കും. വൃക്ഷങ്ങൾ നട്ടാൽ നല്ല രീതിയിൽ അത് ഫലം തരും. സമയത്തിന് മഴ ലഭിക്കും. എങ്ങനത്തെ മഴ ലഭിക്കും? ദേശത്തിന് ആവശ്യമുള്ള മഴ ലഭിക്കും. ഗ്രൗണ്ട് വാട്ടർ കറക്റ്റായിട്ട് കിട്ടുവാൻ കണക്കിനുള്ള മഴ, കൃഷിക്ക് ആവശ്യമുള്ള മഴ, ക്ലൈമറ്റ് ബാലൻസ് ചെയ്യാനുള്ള മഴ കിട്ടും. അല്ലാതെ ദേശത്തെ മുഴുവനും ഒഴുക്കിക്കൊണ്ടു പോകുന്നത് പോലുള്ള മഴയല്ല കിട്ടുന്നത്. ആ മഴ ഒരു ബ്ലെസ്സിങ് അല്ല. അമേരിക്കയിൽ ടെക്സാസിൽ ദേശത്തെ മുഴുവനും ഒഴുക്കിക്കളയുന്ന ലെവലിൽ മഴ പെയ്തു. അതൊരു ബ്ലെസ്സിങ് അല്ല, അതൊരു പണിഷ്മെന്റ് ആണ്, അതൊരു ശിക്ഷയാണ്. അളവിനുള്ളത്, ബ്ലെസ്സിങ് ആയത്, നന്മ വരുത്തുന്നത്, അനുഗ്രഹിക്കപ്പെട്ടത് തൻ്റെ മക്കൾക്കായി കർത്താവ് എല്ലാ മേഖലകളിലും തരും. അധ്വാനത്തിൽ, കാലാവസ്ഥയിൽ, ഭൂമിയിൽ, ദേശത്തിൽ, എല്ലായിടത്തും ഒരു ആരാധിക്കുന്ന ദൈവ പൈതൽ നിമിത്തം, സ്തുതിക്കുന്ന ദൈവ പൈതൽ നിമിത്തം വലിയ മാറ്റങ്ങളെ കർത്താവ് ചെയ്യും. ഒരു ദേശത്തിൽ നല്ലവണ്ണം ആരാധിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, ആ ദൈവ പൈതൽ വസിക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് വഹിക്കും. നിങ്ങൾ വസിക്കുന്നത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ, നിങ്ങളുടെ കോർപ്പറേഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അതിൻ്റെ ഓഫീസ് മന്ദിരങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അതിൻ്റെ ഭരണസിര കേന്ദ്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അവിടെ അനീതി, അഴിമതി, വഞ്ചന, ഗൂഢാലോചന, ദുഷ്ടത, ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ നാശം അതുമായി ബന്ധപ്പെട്ടവർ വാങ്ങിപ്പിടിക്കും. ലേറ്റ് ആവുകയില്ല, വേഗത്തിൽ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദേശത്തിൽ അനീതി പെരുകുന്നറിയാമോ? നീതിയെ കൊണ്ടുവരുന്ന, നീതി പ്രവൃത്തിയെ കൊണ്ടുവരുന്ന ആത്മാവിന്റെ ശക്തിയുള്ള ദൈവത്തിന്റെ മക്കൾ ദേശത്തില്ലാതെ പോകുന്നത് കൊണ്ടാണ് ദേശത്തിൽ അഴിമതിയും അനീതിയും ദുഷ്ടതയും അക്രമവും പെരുകുന്നത്. ആരാധിക്കുന്ന ദൈവമക്കൾ വർദ്ധിക്കുമ്പോൾ അനീതിയുടെ ശക്തികൾ തകരും, അക്രമത്തിന്റെ ശക്തികൾ തകരും, വഞ്ചനയുടെ ശക്തികൾ തകരും, ദുഷ്കർമ്മത്തിന്റെ ശക്തികൾ തകരും. ഇതെല്ലാം ഓരോ ദുഷ്ടശക്തികളാൽ സംഭവിക്കുന്ന കാര്യമാണ്.
ദുഷ്ടശക്തികൾ ദുഷ്ട മനുഷ്യരെ വശീകരിക്കുമ്പോൾ അവർ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യും. കൊലപാതകങ്ങൾ, ക്രൈമുകൾ, അക്രമ പ്രവൃത്തികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ദേശത്തിൽ നടക്കുന്നതിന് കാരണമെന്തെന്നറിയാമോ? ചില ദുഷ്ടശക്തികൾ അതിനെ വശീകരിക്കുവാൻ, സ്വാധീനിക്കുവാൻ കഴിയുന്ന വ്യക്തികളെ കയ്യിലെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദേശത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. എന്നാൽ ആരാധിക്കുന്ന ഒരു ദൈവപൈതൽ ദേശത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ദൈവപൈതൽ നിമിത്തം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ഒരു ദൈവപൈതൽ നിമിത്തം, സ്വർഗവുമായി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ദൈവപൈതൽ നിമിത്തം ഇങ്ങനെയുള്ള പിശാചിന്റെ പ്രവൃത്തികൾ അറസ്റ്റ് ആകും. ഇങ്ങനെയുള്ള പിശാചിന്റെ ശക്തികൾ ക്യാൻസൽ ആകും. ഇങ്ങനെയുള്ള പിശാചിന്റെ ശക്തികൾ ക്ഷയിക്കും. അതിന് പ്രവർത്തിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വരും. വലിയ മാറ്റങ്ങൾ ദേശത്തുണ്ടാകും. വിശ്വസിപ്പേൻ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ പറയണം, എൻ്റെ പഞ്ചായത്ത് അവിടെ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ. എൻ്റെ മുനിസിപ്പാലിറ്റി അവിടെ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ. എൻ്റെ കോർപ്പറേഷൻ അവിടെ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ. എൻ്റെ ജില്ല അതിൽ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ. എൻ്റെ സംസ്ഥാനം അവിടെ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ. എൻ്റെ രാജ്യം അവിടെ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ. ഞാൻ വസിക്കുന്ന ഭൂമി അവിടെ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ എന്ന് ദൈവത്തിന്റെ മക്കൾ അടിക്കടി വിശ്വാസത്തോടെ പറയുവൻ. ഈ വർഷം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വർഷമാണ്. ദൈവത്തിന്റെ ജനം പ്രത്യേകിച്ചും, ദൈവത്തിന്റെ മക്കൾ പ്രത്യേകിച്ചും വളരെ അധികം സമയങ്ങൾ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കേണ്ടുന്ന ഒരു വർഷമാണ്. ഈ ഭൂമിയിൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ അധികം വർദ്ധിക്കുന്ന ലെവലിൽ അത് ജയിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കർത്താവിന്റെ പാദത്തിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സഭ വേണം. രാജ്യങ്ങളെ ശത്രു കയ്യിലെടുക്കാതിരിക്കുവാൻ, വലിയ വലിയ സ്ഥാപനങ്ങളെ ശത്രു, ദുഷ്ടനായ ശക്തി, പൈശാചിക ശക്തി കയ്യിലെടുക്കാതിരിക്കുവാൻ കർത്താവിന്റെ പാദത്തിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനം ഭൂമിയിൽ വേണം. നിങ്ങൾ അതിലുണ്ടാകുമോ? ഉണ്ടാകില്ലേ? ആരെല്ലാം ഉണ്ടാകും? ഹല്ലേലൂയ. ദൈവസഭ നിമിത്തം അധർമ്മമൂർത്തി അറസ്റ്റ് ചെയ്യപ്പെടും. ദൈവമക്കൾ നിമിത്തം, സ്തുതിക്കുന്ന ദൈവമക്കൾ നിമിത്തം പൈശാചിക ശക്തികൾ, അതിന്റെ ശക്തികൾ തകരും. ഇതിന്റെ അടയാളങ്ങൾ ന്യൂസുകളിൽ ദൈവത്തിന്റെ ജനം കാണും, കേൾക്കും. കാണും, കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വസിക്കുന്ന ദേശം, ഒരു നിമിഷം ആ ദേശങ്ങളെ, നിങ്ങൾ വസിക്കുന്ന ജില്ലകളെ ഓക്കെ, ഈ ഓൺലൈനിലായിരിക്കുന്നവരും നിങ്ങൾ വസിക്കുന്ന ജില്ലകളെ, ആ സംസ്ഥാനത്തെ, ആ രാജ്യത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഓക്കെ, ആ വലത് കൈ മാത്രം, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ വലത് കൈ മാത്രം സ്വർഗത്തേക്ക് ഉയർത്തി കർത്താവിനോട് പറയുവൻ, കർത്താവേ, ഞാൻ വസിക്കുന്ന എൻ്റെ ജില്ല, എൻ്റെ പഞ്ചായത്ത്, എൻ്റെ മുനിസിപ്പാലിറ്റി, എൻ്റെ കോർപ്പറേഷൻ, എൻ്റെ സംസ്ഥാനം, എൻ്റെ രാജ്യം, എൻ്റെ ഭൂമി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അപ്പോൾ അങ്ങയുടെ രാജ്യം ഇവിടെ വരട്ടെ, അങ്ങയുടെ ഇഷ്ടം ഇവിടെ നിറവേറട്ടെ, അങ്ങയുടെ നാമത്തിന് ഇവിടെ മഹത്വം ഉണ്ടാകട്ടെ. ദുഷ്ടശക്തികൾ ഇവിടെ വാഴ്ച നടത്തുവാൻ പാടില്ല. പൈശാചിക പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകുവാൻ പാടില്ല. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇതിന്മേൽ വരട്ടെ. ഭൂമിയുടെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി പുറപ്പെടട്ടെ. ഒരു ദുഷ്ടശക്തികളും ഈ ഭൂമിയിൽ അവൻ മോണിറ്റർ ചെയ്യാതെ വേണം, അവൻ അധികാരം എടുക്കാതെ വേണം, അവകാശം എടുക്കാതെ വേണം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ ഭൂമി മുഴുവനും വ്യാപരിക്കട്ടെ. ഭൂമി മുഴുവനും പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണ്ഡലങ്ങളുടെ മേൽ ജയമെടുക്കുന്നു എല്ലാ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്വർലോക മണ്ഡലങ്ങളിലും യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. കുഞ്ഞാറിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. എല്ലാവരും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആ രണ്ട് കരങ്ങളും തറയിൽ വെച്ച് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത് എന്ന് ആവർത്തിച്ച് പറയുവൻ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും
യഹോവയ്ക്കുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിപ്പൻ. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകരാജ്യങ്ങളെ, ദേശങ്ങളെ അപ്പ അങ്ങ് സന്ദർശിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമി മുഴുവനും പരിവർത്തിക്കുന്ന ദൈവരാജ്യം ഭൂമിയിൽ വരുന്ന അനുഭവങ്ങളിലേക്ക് ദൈവസഭ എഴുന്നേൽക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ രക്തത്താൽ ഭൂമിയെ മുദ്ര വെക്കുന്നു. യേശുവിൻ്റെ രക്തം. ആമേൻ. ഈ ഭൂമി കർത്താവിനുള്ളത്, ഈ ഭൂമി കർത്താവിനുള്ളത്, ഈ ഭൂമി കർത്താവിനുള്ളത്, ഈ ഭൂമി യേശുവിനുള്ളത്, ഈ ഭൂമി കർത്താവിനുള്ളത്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അനീതിയെ വർദ്ധിപ്പിക്കുന്ന, അക്രമത്തെ വർദ്ധിപ്പിക്കുന്ന, ദുഷ്ടതയെ വർദ്ധിപ്പിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, പൈശാചിക പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുന്ന എല്ലാ ദുഷ്ട അധികാരങ്ങളും അവകാശങ്ങളും ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ നാമം ആമേൻ ഈ ഭൂമിയിൽ മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ രാജ്യം ഭൂമിയിൽ വരട്ടെ. ആമേൻ. കർത്താവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറട്ടെ, നിറവേറട്ടെ, നിറവേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ, ആമേൻ. ഇരിക്കാം, ഇരിക്കാം, ഇരിക്കാം. വചനം പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സമയങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവമക്കൾ ഒരുങ്ങുവേൻ. കർത്താവ് നിങ്ങൾക്ക് അന്യഭാഷകൾ സംസാരിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ അന്യഭാഷകളിൽ ചിലവഴിക്കുവൻ, സമയങ്ങൾ ചിലവഴിക്കുവൻ. ഒരു പർട്ടിക്കുലർ ടൈം മാറ്റിവെക്കുക. ഈ 10 മിനിറ്റ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, ഈ അരമണിക്കൂർ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, ഈ 1 മണിക്കൂർ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, ഈ ഒരു മണിക്കൂർ ഞാൻ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും, ഈ 1 മണിക്കൂർ ഞാൻ ഈ വചനം പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. സമയങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ സ്തുതിക്കുന്ന ദൈവജനത്തെ വേണം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഞാൻ ഇത്രയും മണിക്കൂർ നടന്ന് കർത്താവിനെ ആരാധിക്കും, നടന്ന് കർത്താവിനെ സ്തുതിക്കും. അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്ത് കർത്താവിനെ സ്തുതിക്കും, ഞാൻ യാത്ര ചെയ്ത് കർത്താവിനെ ആരാധിക്കും. നിങ്ങളുടെ യാത്രകളെ ഒരു ആരാധനയുടെ യാത്രയാക്കി മാറ്റുവേൻ. നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഒരു ആരാധനയുടെ സഞ്ചാരങ്ങളാക്കി മാറ്റുവേൻ. ദേശങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വായിൽ സ്തുതി ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനുള്ള ആരാധന ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ വായിൽ നിന്നും അന്യഭാഷകൾ പുറപ്പെടട്ടെ, വചനങ്ങൾ പുറപ്പെടട്ടെ. അമ്മ ദൈവരാജ്യത്തിന്റെ ഡിക്ലറേഷൻസ് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടട്ടെ. ശക്തി പുതുക്കണം, ശക്തി പുറപ്പെടണം. ദുഷ്ടശക്തികളെ തകർക്കണമെങ്കിൽ, ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങൾ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം ഈ ലെവലിൽ ശക്തിപ്പെട്ടെഴുന്നേൽക്കണം. മസിൽ പവർ അല്ല, ബുദ്ധിയുടെ ശക്തിയല്ല, ആത്മാവിന്റെ ശക്തിയിൽ ജയിച്ചെഴുന്നേൽക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അവൻ ആത്മാവിൽ വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ എങ്ങനെ സംസാരിക്കുന്നു? ആത്മാവിൽ സംസാരിക്കുന്നു. ബുദ്ധിക്ക് പോലും അറിയണമെന്നില്ല. അന്യഭാഷാ വരങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനായി പ്രയോജനപ്പെടുന്ന ലെവലിൽ നിങ്ങൾ അത് ഉപയോഗിക്കണം. ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ ആരാധിക്കുമ്പോൾ മാത്രം പോരാ, നിങ്ങൾ അത് ഉപയോഗിക്കുവൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആരാധനകളിൽ, ആലയത്തിൽ ആരാധന ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഇല്ലാത്ത സമയം പോലും നിങ്ങൾ ചിലർ മിനിമം 2 പേരെങ്കിലും ചേർന്ന്, ഒരാളായാലും കുഴപ്പമില്ല, മിനിമം 2 പേരെങ്കിലും ചേർന്ന് നിങ്ങൾക്ക് ആരോടൊക്കെ കൂട്ടുകൂടാൻ സാധിക്കുമോ കൂട്ടുകൂടി യോജിച്ച് നമുക്ക് ഇത്രയും സമയം ഇന്ന് ആലയത്തിൽ പോയിരുന്നു സ്തുതിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുവൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി മുഴുവനും ഇവിടെ സ്തുതിക്കുവാൻ ഉള്ള ലെവലിൽ ഓൾ നൈറ്റ് കർത്താവിനെ സ്തുതിക്കാമെന്നുള്ള അറേഞ്ച്മെന്റ്സ് നിങ്ങൾക്ക് ചെയ്യാം. എന്നോട് പറയുവൻ, ഇന്ന് രാത്രി മുഴുവനും ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, ഇന്ന് പകൽ മുഴുവനും ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹമുള്ളവർ എന്നോട് ചോദിക്കുവാൻ, ഐഡിയാസ് ചോദിക്കുവാൻ, ഞാനും അതിനുള്ള ഐഡിയാസ് പറഞ്ഞു തരാം. ഏത് ലെവലിൽ അത് നിങ്ങൾക്കും ദൈവരാജ്യത്തിലും പ്രയോജനമുള്ള ലെവലിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ചില ആളുകൾ അവിവേകമായ ആത്മീക കാര്യങ്ങളെ ഉപയോഗിച്ചിട്ട് അവർ പൈശാചികമായ ആക്രമണങ്ങളിൽ എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ തോറ്റുപോകുന്നവരുണ്ട്. എന്നാൽ വചനപ്രകാരം ദൈവത്തിന്റെ ആലോചനയിൽ ദൈവമക്കൾ നിന്ന്
ആരാധിക്കുകയാണെങ്കിൽ, സ്തുതിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കാത്തിരിക്കുകയാണെങ്കിൽ, ദൈവനാമത്തിൽ പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, they will be very safe. അവർ വളരെ സുരക്ഷിതരായിരിക്കും. പൈശാചികമായ ഒരാക്രമണങ്ങളും അവരെ തൊടുകയില്ല, അവരുടെ മേൽ ജയമെടുക്കുകയില്ല. ഹല്ലേലൂയ. അടി വാങ്ങി പിടിക്കുന്നുവെങ്കിൽ അത് ദൈവത്താലല്ല, അത് നമ്മുടെ ബലഹീനതകൾ കൊണ്ട് പിശാചിന് ഇടം കൊടുത്തിട്ടായിരിക്കാം. ദൈവത്തിന്റെ പണിഷ്മെന്റും ഉണ്ടാകാം. അനുസരണക്കേടുകൾ കാണിക്കുമ്പോൾ ബാലശിക്ഷകൾ കർത്താവ് തന്നേക്കാം. അത് കൃത്യമായി ഗ്രഹിക്കണം. കർത്താവിന്റെ ശിക്ഷയാണോ, ഞാൻ പിശാചിന് ഇടം കൊടുത്തിട്ട് പിശാച് ജയമെടുക്കുന്നതാണോ എന്ന് ഗ്രഹിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ഒരു ജീവിതങ്ങളിലും സാത്താന് ഇടം കൊടുക്കരുത്. പരദൂഷണം പറയുന്നവൻ പിശാചിന് ഇടം കൊടുക്കുന്നു. പരദൂഷണം കേൾക്കുന്നവൻ, ആസ്വദിക്കുന്നവൻ പിശാചിന് ഇടം കൊടുക്കുന്നു. കള്ളം പറയുന്നവൻ പിശാചിന് ഇടം കൊടുക്കുന്നു. കള്ളത്തരങ്ങൾ ചെയ്യുന്നവൻ പിശാചിന് ഇടം കൊടുക്കുന്നു. വചനം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജയിക്കുവാൻ പറ്റാത്ത ഏതൊരു കാര്യത്തെയും ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവമക്കൾ, കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, എനിക്ക് ലോകം വേണ്ട, ലോകത്തെ ഞാൻ നോക്കുന്നില്ല, എനിക്ക് കർത്താവിന്റെ പാദം മതി, ഞാൻ കർത്താവിന്റെ പാദത്തിലിരിക്കും, ഞാൻ ആരാധിക്കും, ഞാൻ സ്തുതിക്കും, ഞാൻ കർത്താവിന്റെ പാദത്തിൽ സമയങ്ങൾ ചിലവഴിക്കും എന്നുള്ള ദൈവത്തിന്റെ മക്കൾ, അവർ ദൈവത്തിന്റെ മുന്നിൽ മഹത്വമുള്ള പാത്രങ്ങളായിരിക്കും. ഹല്ലേലൂയ. എത്രയോ സമയങ്ങൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കും. എന്നാൽ കർത്താവിന്റെ പാദത്തിൽ, കർത്താവിന്റെ നാമത്തിൽ സമയങ്ങൾ ചിലവഴിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന് വേണം. ഈ ഭൂമിയുടെ നിയന്ത്രണം ദുഷ്ടശക്തികൾ ഏറ്റെടുക്കാതിരിക്കണമെങ്കിൽ, ദുഷ്ടന്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ജയിക്കാതിരിക്കണമെങ്കിൽ, സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോകുന്ന ദൈവമക്കളെ അല്ല കർത്താവിന് വേണ്ടത്. ദൈവരാജ്യത്തെക്കുറിച്ച് ദാഹമുള്ള, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവാൻ ആഗ്രഹമുള്ള ദൈവത്തിന്റെ മക്കൾ ഈ ഭൂമിയിൽ എഴുന്നേൽക്കണം. ഓരോ ദൈവമക്കളുടെ ഉള്ളിലും ഒരാഗ്രഹം ഉണ്ടാകട്ടെ, ദൈവരാജ്യം ഈ ഭൂമിയിൽ ശക്തിയോടുകൂടെ വരുന്നത് എൻ്റെ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് കാണണമെന്നൊരാഗ്രഹം ദൈവമക്കൾക്കുണ്ടാകട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ രാജ്യം ശക്തിയോടുകൂടെ ഭൂമിയിൽ വരുന്നത് ഐ വാണ്ട് ടു സീ ദാറ്റ്. എനിക്കത് കാണണം, എനിക്കത് കാണണം. ദൈവരാജ്യം, ദൈവത്തിന്റെ വാഴ്ച, പരിശുദ്ധാത്മാവിന്റെ വാഴ്ച, ദൈവപുത്രന്മാരുടെ വാഴ്ച, ദൈവസഭയുടെ വാഴ്ച ഈ ഭൂമിയിൽ വരുന്നത് എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുവിൻ, വിശ്വസിക്കുവിൻ. ഒരു അനീതിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ ദൈവകരങ്ങൾ കൊടുക്കുവേൻ. കർത്താവേ, നിന്റെ രാജ്യം വരട്ടെ, ഈ അനീതിയും അക്രമങ്ങളും മാറിപ്പോകട്ടെ. ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ നോക്ക്, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയുണ്ടോ, നീതിയുണ്ടോ എന്ന് നോക്ക്. അനീതി കാണുമ്പോൾ ദൈവകരങ്ങൾ കൊടുക്കുവേൻ, അവിടെ ദൈവപ്രവൃത്തി വരും. ആഫ്രിക്കയുടെ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടാൽ പോലും അതിൽ ദുഷ്ടന്റെ പ്രവൃത്തിയാണോ കേൾക്കുന്നത്, ദൈവകരങ്ങൾ കൊടുക്കുക, ദൈവം പ്രവർത്തിക്കട്ടെ. അക്രമത്തിന്റെ പ്രവൃത്തികളാണോ, ദുഷ്ടതയുടെ പ്രവൃത്തികളാണോ, പിശാചിന്റെ പ്രവർത്തനങ്ങളാണോ, ദൈവകരങ്ങൾ കൊടുക്കുക, കർത്താവ് പ്രവർത്തിക്കട്ടെ. തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇവിടെ ഇരുന്നു കൊണ്ട് ആഫ്രിക്കയെ ചലിപ്പിക്കാൻ കഴിയും. ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ ശക്തിയോടെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയും. ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയെ ചലിപ്പിക്കുവാൻ കഴിയും. ഇവിടെ ഇരുന്നു കൊണ്ട് ലോക രാജ്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുവാൻ കഴിയും. ആത്മാവിൽ സ്തുതിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവരെ കർത്താവ് ആത്മാവിൽ ബലപ്പെടുത്തി അവൻ ഈ ഭൂമിയുടെ പല കോണുകളിൽ കർത്താവ് ആത്മാവിൽ ഉപയോഗിക്കും. ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള നാടുകളിൽ ഈ നാളുകളിൽ കേട്ടൊരു വർത്തമാനമുണ്ട്. അവിടെയുള്ള പല വ്യക്തികളുടെ അടുക്കലും കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ടോ സുവിശേഷം പറഞ്ഞ്, കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അവർ പലരും കർത്താവിനോട് ഒരു ബന്ധത്തിലിരിക്കുന്ന, മാനസാന്തരത്തിൽ ദൈവമക്കളായിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ ഇന്ന് പല നാടുകളിലുണ്ട്. മിഷണറിമാർക്ക്, സുവിശേഷകർക്ക് കടന്നു പോകുവാൻ കഴിയാത്ത നാടുകളെങ്കിൽ പോലും സ്വർഗം അവിടെ ഒരു ദൈവപ്രവൃത്തി അയക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? ആ രാജ്യത്തിൽ തന്നെ വളരെ ആത്മദാഹമുള്ള, ദൈവത്തിൻ്റെ ആ ഒരു ആത്മഭാരമുള്ള, ദൈവത്തോട് കണക്ഷനുള്ള ചില ദൈവപുത്രന്മാർ ആ രാജ്യങ്ങളിലുണ്ട്. അവർ ഹൈഡായിരിക്കാം, ഒളിഞ്ഞിരിക്കാം, മറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. ടി വികളിൽ, യൂട്യൂബുകളിൽ അവരെ കാണണമെന്നില്ല.
പക്ഷേ ദൈവപുത്രന്മാർ ചില കാര്യങ്ങളെ ദൈവകരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വരും. ഹല്ലേലൂയ. മാത്രമല്ല ദൈവം ചില ആത്മമനുഷ്യരെ നേരിട്ട് ആത്മാവിൽ ശരീരത്തിൽ തന്നെ ചില വ്യക്തികളുടെ അടുക്കൽ, ചില രാജാക്കന്മാരുടെ അടുക്കൽ, ചില ഭരണാധികാരികളുടെ അടുക്കൽ ഈ നാളുകളിൽ കർത്താവ് കൊണ്ടുപോകും. ചില ഭരണാധികാരികൾ പറയും, പാസ്റ്റർ നിങ്ങൾ എൻ്റെ അടുക്കൽ അന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആ പാസ്റ്റർ അറിയണമെന്നില്ല. ദൈവപുരുഷനെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഭൂമിയിൽ ആരംഭിക്കാൻ പോകുന്നു. ചില രാജാക്കന്മാരെ കർത്താവ് സന്ദർശിക്കും. ചില ഭരണ കേന്ദ്രങ്ങളെ കർത്താവ് സന്ദർശിക്കും. താങ്ക് യു ലോർഡ് ജീസസ്. എന്നാൽ സ്തുതിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത്. ഈ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുവാൻ ദൈവപൈതലേ നീ റെഡിയാണോ? വെറുതെ ബൈബിൾ എടുത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സാധാരണ സുവിശേഷകനെ കൊണ്ട് ഇന്ന് ഈ നാളുകളിൽ ആത്മാക്കളെ നേടുവാൻ, ദൈവരാജ്യത്തിന്റെ വേല ചെയ്യുവാൻ, വിജയകരമായി ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവശക്തിയോടുകൂടെ, പരിശുദ്ധാത്മ നിറവിൽ, പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വെറുതെ വചനം പ്രസംഗിച്ചതുകൊണ്ട്, ബുദ്ധിയിൽ വചനം പ്രസംഗിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ശക്തി വെളിപ്പെടണം. ഭക്തിയുടെ വേഷം പോരാ, ശക്തിയുടെ പ്രദർശനം ഉണ്ടാകണം. ആത്മശക്തിയുടെ, പരിശുദ്ധാത്മ ശക്തിയുടെ ഒരു പ്രദർശനം ഉണ്ടാകണം. അതിന് ആരാധിക്കുന്ന മക്കൾ വേണം, സ്തുതിക്കുന്ന മക്കൾ വേണം, കാത്തിരിക്കുന്ന ദൈവമക്കൾ വേണം, അന്യഭാഷകൾ പറഞ്ഞ് സഞ്ചരിക്കുന്ന ദൈവമക്കൾ വേണം. ഏത് രാജ്യങ്ങളിലായിരിക്കുന്നുവോ ആ രാജ്യങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറ്. ഹല്ലേലൂയ. സഞ്ചാരങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യാത്രകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സ്തുതിയിൽ, ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരം ചലിക്കട്ടെ. ഭൂമിയിൽ ഒരു വലിയ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുവാൻ, കർത്താവിന്റെ രാജ്യം വരുവാൻ, കർത്താവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറുവാൻ ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിൽ എഴുന്നേൽക്കുമ്പോൾ, ശക്തമായ ആരാധനകൾ ഭൂമിയിൽ നിന്നും ഉയർന്നു തുടങ്ങുമ്പോൾ, ഇന്ന് ഉയർന്നിരിക്കുന്ന പല ബിസിനസ് സ്ഥാപനങ്ങളും ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച് അതിന്റെ സഹായത്തോടുകൂടെ പോകുന്ന പല പണത്തിന്റെ ഒഴുക്കുള്ള കേന്ദ്രങ്ങളും ഛിന്ന ഭിന്നമായി പോകും, താറുമാറായി പോകും. ചില അധികാര കേന്ദ്രങ്ങൾ നാമാവശേഷമായി പോകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച്, ദേശാധിപതി ശക്തികളെ കൂട്ടുപിടിച്ച്, അന്ധകാര ശക്തികളെ കൂട്ടുപിടിച്ച്, വീണുപോയ ദൂതന്മാരെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന പല കേന്ദ്രങ്ങളും സന്ദർശിക്കപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും.